സ്വാഗതം ചതുരംഗത്തിലേക്ക്. ഇന്ന് അതീവ പ്രാധാന്യമുള്ളൊരു വിഷയമാണ് ചതുരംഗം ചർച്ച ചെയ്യുന്നത്. പെയിൻ ആൻഡ് പാലിയേറ്റീവ്, സാന്ത്വന പരിചരണം, അന്ത്യകാല പരിചരണം. ഒട്ടേറെ പേർ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം കൂടി, ഒരു മേഖല കൂടിയാണിത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പുതിയ ഒരു ബിൽ, ലിവിങ് ബിൽ എന്നൊരു സമ്പ്രദായം, കുറേ പേർ ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. കുറേ പേർ ഈ ബിൽ വരണം എന്ന് ആഗ്രഹിച്ചിരുന്നവരുണ്ട്. ഇതുമായെല്ലാം ബന്ധപ്പെട്ട് സംസാരിക്കാൻ ഈ മേഖലയിൽ അതീവ പ്രഗത്ഭരായ 3 പേരെ തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ശ്രീ പ്രൊഫസർ ഗോകുൽദാസ്, സുവോളജി വിഭാഗത്തിൽ പ്രൊഫസറായിരുന്നു ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ. ഒരു രോഗത്തെ അതിജീവിച്ചും അദ്ദേഹം ഈ മേഖലയിൽ സജീവമായി മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ ഇ ദിവാകരൻ, 4 പതിറ്റാണ്ടിലേറെ ആതുര ശുശ്രൂഷ രംഗത്ത് സേവനമനുഷ്ഠിച്ച അദ്ദേഹം സർക്കാർ സർവീസിലായിരുന്നു. ഇപ്പോഴും സജീവമായി ഈ മേഖലയിൽ മുന്നോട്ട് പോകുന്നു. ശ്രീ കൃഷ്ണകുമാർ മുഖവരിയുടെ ആവശ്യമില്ല, നേരത്തെയും നമ്മുടെ ചർച്ചകളിൽ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹവും പെയിൻ ആൻഡ് പാലിയേറ്റീവ് രംഗത്ത് സജീവമായി തന്നെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹത്തെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആദ്യം തന്നെ ശ്രീ ഗോകുൽദാസിലേക്ക് വരികയാണെങ്കിൽ, പലർക്കും പെയിൻ ആൻഡ് പാലിയേറ്റീവ് എന്നതുപോലും, കാരണം പലർക്കും ആ മേഖലയിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ടാവില്ല. പക്ഷേ ഒരു അവസരം വരുമ്പോൾ, ഒരു ആവശ്യം വരുമ്പോൾ അവർ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോഴും സർക്കാർ സംവിധാനത്തിൽ പൂർണ്ണമായും ഈ മേഖലയിലില്ല, സന്നദ്ധ സംഘടനകളാണ്. ആദ്യം തന്നെ അതിനെക്കുറിച്ചൊന്ന് ചുരുക്കിയൊന്ന് പറയാം. ദീർഘകാല രോഗങ്ങളുള്ളവർക്കൊക്കെ ചികിത്സയോടൊപ്പം സാന്ത്വന പരിചരണം കൂടി ആവശ്യമാണ്. അത് സാധാരണ സ്വകാര്യ ആശുപത്രികളിലായാലും സർക്കാർ ആശുപത്രികളിലായാലും നാളിതുവരെ നിലവിലുണ്ടായിരുന്നില്ല. പുതിയ ടെക്നോളജിക്കൽ യുഗത്തിൽ ഡോക്ടർക്ക് രോഗിയൊന്നും തൊടുക പോലും വേണ്ട. ഒരുപക്ഷെ ഭാവിയിൽ ഓൺലൈൻ സംവിധാനങ്ങൾ വഴി പോലും കുറേ കാര്യങ്ങൾ നടന്നു വരാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും രംഗത്തെത്തിയെന്ന് വരാം. ഡയഗ്നോസിസിന് ഡോക്ടറെ സഹായിക്കാനായി എക്സ്പെർട്ട് സിസ്റ്റംസൊക്കെ വരാം. ചുരുക്കി പറഞ്ഞാൽ ഒരു രോഗിയുടെ ശരീരത്തിൽ ഡോക്ടർ സ്പർശിക്കാതെ തന്നെ ഡയഗ്നോസിസ് സാധ്യമാകുന്ന ഒരു സംവിധാനം നിലവിൽ വരാം. അതായത് ചികിത്സ മൊത്തം ഹൈടെക് ആവും. സാന്ത്വന പരിചരണം അഥവാ പാലിയേറ്റീവ് കെയറിൽ ഹൈടെക് ഉള്ളതിന് പകരം ഹൈ ടച്ച് എന്നാണ് പറയുക. ലോ ടെക് ഹൈ ടച്ച് എന്നാണ് പറയുക. ചുരുക്കി പറഞ്ഞാൽ രോഗിയെ ഒരു വ്യക്തിയായി കാണുകയും രോഗത്തെക്കാളേറെ രോഗിയിലൂന്നുകയും രോഗിയുടെ ജീവിത ഗുണനില ഉയർത്തുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് പാലിയേറ്റീവ് കെയർ. തീർച്ചയായിട്ടും അതിന് പ്രത്യേക പരിശീലനം സിദ്ധിച്ച ഡോക്ടർമാരും നഴ്സുമാരും ആവശ്യമാണ്. കേരളത്തിൽ അവ പണികൾ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും നന്നായിട്ട് നടക്കുന്നത് കേരളത്തിൽ തന്നെയാണെന്ന് പറയാൻ നമുക്കെല്ലാവർക്കും അഭിമാനം തോന്നേണ്ടതാണ്. ഈ രംഗത്ത് ഡോക്ടർ ദിവാകരനെ പോലുള്ള എക്സ്പേർട്സ്, അതുപോലെ നല്ല പരിശീലനം സിദ്ധിച്ച പ്രഗത്ഭ നഴ്സുമാർ, കൃഷ്ണകുമാറിനെ പോലെയുള്ള വളരെ പ്രതിജ്ഞാബദ്ധരായ സന്നദ്ധ പ്രവർത്തകരൊക്കെ ചെയ്യുന്ന വലിയ പങ്കാണ്. ഒരു ക്യാൻസർ അതിൻ്റെ എല്ലാ തീവ്രതയോടെയും അനുഭവിക്കുകയും അതിനെ മറികടക്കുകയും ചെയ്ത എനിക്ക് ആ ചികിത്സാ സമയത്തുണ്ടായിരുന്ന സ്ട്രെസ്സ് വളരെയേറെ കുറയുമായിരുന്നു എന്നെ ഡോക്ടറോ നേഴ്സോ ഒന്ന് സ്പർശിക്കുകയാണെങ്കിൽ. കഷ്ടമെന്ന് പറയട്ടെ, ചില സമയത്തൊക്കെ ഞാൻ സുവോളജി അധ്യാപകനായിരുന്നില്ല, സുവോളജി ലാബിലെ തവളയുടെ വില പോലും എനിക്കില്ല എന്ന് തോന്നിയ സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അവിടെയാണ് പാലിയേറ്റീവ് കെയറിൻ്റെ പ്രസക്തി. ഏതൊരു ദീർഘകാല രോഗത്തിനും സാന്ത്വന പരിചരണം ആവശ്യമാണ്. രോഗിക്ക് ഉയർന്ന ജീവിത ഗുണനില ഉറപ്പുവരുത്താൻ പറ്റും, രോഗിക്ക് ക്ഷേമം തോന്നാൻ പറ്റും. അതാണ് പാലിയേറ്റീവ് കെയറിൻ്റെ പ്രസക്തി. ശ്രീ ഡോക്ടർ ഇ ദിവാകരനിലേക്ക് വരുമ്പോൾ, മുൻകാലങ്ങളെ അപേക്ഷിച്ചപ്പോൾ ഈ പാലിയേറ്റീവ്, പെയിൻ ആൻഡ് പാലിയേറ്റീവ് വിഭാഗം വളരെ സജീവമാണ്. കൂടുതൽ പേർ അവരെ ആശ്രയിക്കുന്നുണ്ട്. ശ്രീ പ്രൊഫസർ ഗോകുൽദാസ് പറഞ്ഞതുപോലെ ആ ഒരു കൃത്യമായൊരു സാന്ത്വനം തന്നെ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു സംസ്ഥാനത്ത് പെയിൻ ആൻഡ് പാലിയേറ്റീവ് വിഭാഗം? പാലിയേറ്റീവ് കെയർ എന്നുള്ള കൺസെപ്റ്റ് തന്നെ എന്താ പറയുക, മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യകാലത്ത് പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ
ചികിത്സിച്ച് ഭേദമാകാൻ പറ്റാത്ത ഘട്ടത്തിലെത്തിയ രോഗികൾക്കെന്നായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ അത് മാറിയിട്ട് ആരോഗ്യ സംബന്ധിയായ യാതന അനുഭവിക്കുന്ന ഏതൊരാളുടെ പരിചരണത്തിനും ഒരു പാലിയേറ്റീവ് കെയർ കോമ്പണൻറ്റ് വേണമെന്നാണ്. അതായത് ഒരാളെ പാലിയേറ്റീവ് കെയറിന് അർഹനാക്കുന്നത് രോഗത്തിൻ്റെ തീവ്രതയോ അല്ലെങ്കിൽ ശേഷിച്ച ജീവിത ദൈർഘ്യം എത്ര കണ്ട് കുറഞ്ഞു എന്നുള്ളതോ അല്ലെങ്കിൽ ക്യൂറേറ്റീവ് രോഗം മാറ്റിയെടുക്കാനുള്ള ചികിത്സ ഇനി ഇല്ല എന്നുള്ളതോ അതൊന്നുമല്ല. അയാൾക്ക് ആരോഗ്യ സംബന്ധിയായിട്ടുള്ള അല്ലെങ്കിൽ രോഗസംബന്ധിയായിട്ടുള്ള യാതന അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതാണ് ഒരാളെ പാലിയേറ്റീവ് കെയറിന് അർഹനാക്കുന്നത്. ഇത് നല്ലൊരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അത് കാരണം തന്നെ ഒരുപാട് യാതന അനുഭവിക്കുന്ന രോഗികൾ ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഘട്ടത്തിൽ ആവുന്ന സമയത്ത് പോലും അവർ പാലിയേറ്റീവ് കെയറിലേക്ക് കൊണ്ടുവരാൻ പറ്റാറുണ്ട്. ഇത് ഒരു നല്ലൊരു മാറ്റമാണ്. കാരണം അത് കാരണം തന്നെ ഒരുപാട് യാതനകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നുണ്ട്. ഇത് നമ്മൾ 1993 കോഴിക്കോട് ആദ്യമായിട്ട് പാലിയേറ്റീവ് കെയർ തുടങ്ങിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ഭാഗമായിട്ട് ഇവിടെ അനസ്തീസിയ പ്രൊഫസറായിരുന്ന ഡോക്ടർ M.R. രാജഗോപാലും അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള സുരേഷ് കുമാറും പിന്നെ അശോകൻ എന്നിവരായിട്ടുള്ള ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റും ഇവർ ചേർന്നാണ് ഈ പാലിയേറ്റീവ് കെയർ അന്ന് തുടങ്ങുന്നത്. അന്ന് വാസ്തവത്തിലൊരു പ്രൊഫഷണൽസ് നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രോഗ്രാമായിട്ടാണ് നടത്തിയിരുന്നത്. ഈ ഡോക്ടർമാർ ഒക്കെ മുൻകൈ എടുത്തുകൊണ്ട് നടത്തുന്ന ഒരു പരിപാടി എന്നുള്ളത് എനിക്ക് അത് മാറിയിട്ട് അത് പിന്നെ മലപ്പുറം ഭാഗത്തേക്കൊക്കെ എത്തിയപ്പോൾ സന്നദ്ധ പ്രവർത്തകർക്ക് കൂടുതൽ താല്പര്യം വരാൻ തുടങ്ങി ഈ കാര്യത്തിൽ. സന്നദ്ധ പ്രവർത്തകർ തന്നെ പാലിയേറ്റീവ് കെയറിൻ്റെ ആവശ്യമായിട്ടുള്ള ആൾക്കാരെ കണ്ടെത്താനും അവർക്ക് വേണ്ട പരിചരണം കൊടുക്കാനൊക്കെ തുടങ്ങുകയാണ്. ഈ സന്നദ്ധ പ്രവർത്തകർ മുൻകൈ എടുത്തോടുകൂടിയിട്ട് വാസ്തവത്തിൽ പാലിയേറ്റീവ് കെയറിൻ്റെ കളറും ടെക്സ്ചറൊക്കെ മാറിയെന്ന് പറയാം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡോക്ടർമാർ നേതൃത്വം കൊടുത്തിരുന്ന സമയത്ത് ഡോക്ടർമാർ പാലിയേറ്റീവ് കെയർ പേഷ്യൻസിനെ കണ്ടെത്തുന്ന സമയത്ത് അവർക്ക് അവരുടേതായിട്ടുള്ള ചില എന്താ പറയുക ബയസ് ഉണ്ട്, എന്താ പറയുക മുൻഗണനകൾ അവരുടേതായിട്ടുള്ളതുണ്ട്. അതായത് ഇയാൾക്ക് ക്യാൻസറാണ്, ഇയാൾക്ക് പാലിയേറ്റീവ് കെയർ വേണം, ഇയാളൊരു ശ്വാസം മുട്ടുകാരനാണ്, അയാൾക്കതൊന്നും ആവശ്യമില്ല എന്നുള്ള മാതിരി. പക്ഷേ ഈ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ രോഗികളെ കാണുമ്പോൾ അവർ രോഗത്തിൻ്റെ പേരിലല്ല രോഗികളെ കാണുന്നത്, രോഗി അനുഭവിക്കുന്ന സഫറിങ് യാതന എത്രത്തോളം എന്നുള്ളതിരിക്കുക. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഒരു ലങ് ക്യാൻസർ പേഷ്യൻറ്റും ഒരു സ്ഥിരം ശ്വാസം മുട്ടുകാരനും തമ്മിൽ അവരുടെ യാതനയുടെ കാര്യത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അവർ ഈ മറ്റ് ക്യാൻസർ അല്ലാത്ത മറ്റ് രോഗങ്ങളും ഉള്ള രോഗികളെയും പാലിയേറ്റീവ് കെയറിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. അങ്ങനെയാണ് ആ ജനങ്ങളുടെ ഒരു എന്താ പറയുക അവരുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയോട് കൂടിയിട്ട് ഇതിൻ്റെ വ്യാപ്തി കൂടി പാലിയേറ്റീവ് കെയറിൻ്റെ. വേറൊരു പ്രധാന പ്രശ്നം ഉണ്ടായത് എന്താ വെച്ചാൽ ജനങ്ങൾ നേതൃത്വം എടുക്കാൻ തുടങ്ങിയപ്പോൾ അവരതിൻ്റെ ഉടമസ്ഥാവകാശം കൂടെ എടുക്കാൻ തുടങ്ങി. സാധാരണ ജനങ്ങൾ ആ പ്രദേശത്തെ ജനങ്ങളുടെ ഒരു കണ്ടറിഞ്ഞ ഒരു ബുദ്ധിമുട്ട് അഭിസംബോധന ചെയ്യുന്ന ഒരു പരിപാടിയായിട്ട് അവരെന്നെ ഏറ്റെടുത്ത് നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ പീപ്പിൾ ടേക്കിംഗ് ഓണർഷിപ്പ് എന്ന് പറയും. അത് നല്ല വ്യത്യാസം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അതിൻ്റെ എന്താണ് സസ്റ്റൈനബിലിറ്റി, അത് അതിനൊരു തുടർച്ച ഉണ്ടാവാനും അതിനുവേണ്ടി ധനസമാഹരണം ഇതെല്ലാം ജനങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം ഏറ്റെടുത്ത് നടത്തുന്ന പരിപാടിയായി. അങ്ങനെയാണത് ജില്ലാ പഞ്ചായത്തും അവിടുത്തെ ജനപ്രതിനിധികളൊക്കെ അറിയാനും അവർ ഇതിന് കൂടെ പങ്കെടുക്കാനൊക്കെ തുടങ്ങുന്നത്. അങ്ങനെയാണ് 2008 പാലിയേറ്റീവ് കെയർ പോളിസി ഉണ്ടാകുന്നത്. അപ്പോൾ ഗവൺമെൻറ് തലത്തിൽ ആദ്യമായിട്ടൊരു ഇൻപുട്ട് വരുന്നത് 2008 ആ പോളിസി വിഭാവനം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പാലിയേറ്റീവ് കെയർ എങ്ങനെ കൊടുക്കണമെന്ന് വെച്ചാൽ അത് ഒരു സാധാരണ സർക്കാർ പ്രോഗ്രാമായിട്ട് ചെയ്യാനല്ല അവർ ഉദ്ദേശിച്ചത്. ഒരു പ്രദേശത്തെ സന്നദ്ധ പ്രവർത്തകർ അവരുടെ CBO എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ NGO അവരും ആ പ്രദേശത്തെ ജില്ലാ പഞ്ചായത്തോ ഗ്രാമപഞ്ചായത്തോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആ പ്രദേശത്തെ ഗവൺമെൻറ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഗവൺമെൻറ് ഡിസ്പെൻസറികൾ, ആശുപത്രികളുണ്ടല്ലോ, പ്രൈമറി ഹെൽത്ത് സെൻറ്റർ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ, ഫാമിലി ഹെൽത്ത് സെൻറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് അവരും ഈ 3 പേരും കൂടിയിട്ട് ഈ സന്നദ്ധ പ്രവർത്തകരുടെ ഓർഗനൈസേഷനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഗവൺമെൻറ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനും ഈ 3 പേരും കൂടി ചേർന്നാണ് പാലിയേറ്റീവ് കെയർ ഡെലിവറി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ
മുമ്പ് തദ്ദേശ സ്വയംഭരണ വളണ്ടറി ഓർഗനൈസേഷൻ മാത്രമായി നടത്തിയിരുന്ന കാലത്ത് 300ഓളം യൂണിറ്റുകളെ നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നുള്ളൂ. ഈ പോളിസി വന്ന് അത് പ്രാവർത്തികമായതോടുകൂടിയിട്ട് ഏതാണ്ട് 1000-ൻ്റെ അടുത്ത് പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ കേരളത്തിൽ സജീവമായിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബേസിക്കായിട്ടുള്ളൊരു പാലിയേറ്റീവ് കെയർ, അടിസ്ഥാനമായിട്ടുള്ളൊരു പാലിയേറ്റീവ് കെയർ എന്നുള്ളത് കേരളത്തിലത്തെ ഏതൊരാൾക്കും കിട്ടാവുന്ന ഒന്നായിട്ടുണ്ട്. കാരണം എല്ലാ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളിലും ഒരു പാലിയേറ്റീവ് കെയർ നഴ്സുണ്ട്. അവർ ഈ ആ പ്രദേശത്തുള്ള കിടപ്പ് രോഗികളുടെ ഒക്കെ കണക്കെടുക്കുന്നുണ്ട്. അവർക്ക് വേണ്ട കാര്യങ്ങൾ, കത്തീഡ്രൽ ചേഞ്ച് അതുമാതിരത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഒരുവിധം നല്ലൊരു പാലിയേറ്റീവ് കെയർ കവറേജ് ഉണ്ട്. ഇതിൽ ശ്രീകൃഷ്ണകുമാറിലേക്ക് വരുമ്പോൾ സന്നദ്ധ പ്രവർത്തകർ ഇതിലൊരു അവിഭാജ്യ ഘടകമാണ്. മുൻകാലങ്ങളെ അപേക്ഷിച്ചപ്പോൾ ധാരാളം സന്നദ്ധ പ്രവർത്തകർ ഈ മേഖലയിലേക്ക് വരുന്നുണ്ട്. താങ്കളുടെ അനുഭവം എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഇത് ഡോക്ടർ ദിവാരൻ സാറ് സൂചിപ്പിച്ചതുപോലെ ആദ്യം ഡോക്ടർമാരുടെ ആരോഗ്യ പ്രവർത്തകരുടെ മുൻകൈയിൽ തുടങ്ങിയിട്ടുള്ളൊരു പ്രസ്ഥാനം വളരെ വേഗം തന്നെ സന്നദ്ധ പ്രവർത്തകരുടെ മുൻകൈയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഇതിന് വലിയ തോതിലുള്ള ഏറ്റവും കൂടുതൽ മനുഷ്യ വിഭവശേഷി ആവശ്യമുള്ള ഒരു പ്രക്രിയയാണ് ഈ സാന്ത്വന പരിചരണം, സാന്ത്വന ചികിത്സ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിന് വലിയ തോതിൽ കേരളത്തിൽ വേരോട്ടം ഉണ്ടാക്കാനായിട്ട് ഈ സന്നദ്ധ പ്രവർത്തകരുടെ മുൻകൈയിൽ ഈ ഇത് വന്നു ചേരുന്നതോടുകൂടിയാണ്. അപ്പോൾ പ്രത്യേകിച്ചും കേരളത്തിൻ്റെ ഒരു അവസ്ഥയിൽ ഇതിൻ്റെ ഒരു പ്രാധാന്യം തിരിച്ചറിയുകയും നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്ന, ആരോഗ്യപരമായ കാരണങ്ങളാൽ ദുരിതം അനുഭവിക്കുന്നവരെ കണ്ടെത്താനും അവരെ ഇതിന് ഈ ചികിത്സയിലേക്ക് അടുപ്പിക്കാനൊക്കെ ആയിട്ട് സന്നദ്ധ പ്രവർത്തകർ മുൻകൈ തന്നെയാണ് വളരെയധികം സ്വാധീനിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അതിന് കാരണമായിട്ടുള്ളത്. അപ്പോൾ ആദ്യകാലത്ത് സ്വന്തം അനുഭവങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ സ്വന്തം പരിചയക്കാരുടെ അനുഭവങ്ങളിൽ നിന്നോ ഒക്കെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുകയോ കേൾക്കുകയോ ചെയ്തിട്ടുള്ളവർ നമ്മൾ ഈ ഇത്തരം പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെടുകയും അവിടെ നിന്ന് ഈ നമ്മുടെ അറിവിലുള്ള രോഗാതുരർക്ക് കിട്ടിയിട്ടുള്ള സേവനത്തിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ് അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ആ അത്തരത്തിൽ അറിവ് നേടിയതുകൊണ്ട് ഒരുപാട് പേര് ഈ പ്രവർത്തനത്തിൽ ആകൃഷ്ടരായിട്ട് നമ്മുടെ ഒരു സേവനകാലത്തിന് ശേഷം അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടില്ല, നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിനിടയിൽ, നമ്മുടെ ജീവിതവൃത്തിയുടെ ഇടയിൽ നമുക്ക് സാധ്യമായ സമയത്ത് ബാക്കി സമയം ഇതിനു വേണ്ടി നീക്കി വയ്ക്കാം, എന്നെക്കൊണ്ടാവുന്നത് ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ 2-3 മണിക്കൂറാണെങ്കിൽ പോലും ആ സമയം ഈ പ്രവർത്തനത്തിന് വേണ്ടി നീക്കി വയ്ക്കാമെന്ന് തീരുമാനിച്ചിട്ട് ആളുകൾ പലരും ഇതിലേക്ക് അങ്ങനെയാണ് തുടക്കത്തിൽ എത്തിപ്പെട്ടത്. പിന്നീട് അവരുടെ പരിചയക്കാർ, അവരുടെ സുഹൃത്തുക്കൾ, അവരുടെ മറ്റ് സംസാരത്തിൻ്റെ ഇടയിലൊക്കെ കേട്ടിട്ടൊക്കെ തന്നെ ഒരുപാട് പേര് ആകർഷകരായിട്ട് വന്നിട്ട് അങ്ങനെയാണ് കേരളത്തിൽ വളരെ വ്യാപകമായ രീതിയിൽ ഒരു സന്നദ്ധ സേവകരുടെ ഒരു വലിയ നിര ഇന്ന് നമുക്ക് വളരെ അഭിമാനിക്കാവുന്ന തരത്തിൽ. കൂടുതലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളാണ് ഇതിലേക്ക് വരുന്നത്. അന്നങ്ങനെയല്ല, തുടക്കത്തിൽ അങ്ങനെയാണ് ഉണ്ടായതെങ്കിലും യാതൊരു അനുഭവമില്ലാത്ത നല്ല മനസ്കരായിട്ടുള്ള എന്തെങ്കിലും നല്ല പ്രവൃത്തികൾ ചെയ്യണം, നമുക്ക് സമൂഹത്തിനോടൊരു കടപ്പാടുണ്ട്, നമ്മുടെ സഹജീവികളോട് കടപ്പാടുണ്ടെന്ന് കരുതുന്ന അങ്ങനത്തെ ആളുകളാണ് കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. തുടക്കത്തിൽ മറ്റാണ് തുടക്കം കുറിച്ചതെങ്കിലും അങ്ങനെയാണ് ഇതിനെക്കുറിച്ച് ഒരു വിവരം പുറത്ത് കിട്ടിയെങ്കിലും പിന്നീട് ഇന്ന് പ്രവർത്തിക്കുന്നതിൽ എനിക്ക് വേണമെങ്കിൽ ബഹുഭൂരിപക്ഷം വരിക അതല്ലാതെ ഒരു നല്ലൊരു സേവനം, നല്ലൊരു പ്രവർത്തനം നമ്മുടെ സമൂഹത്തിന് ആവശ്യമുള്ള, ഇന്നത്തെ സമൂഹം ആവശ്യപ്പെടുന്ന, കേരളത്തിൽ ആവശ്യമുള്ള ഒരു പ്രവർത്തനം എന്നുള്ളത് കണ്ടിട്ടാണ് അങ്ങനെ വന്നിട്ടുള്ളതെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ വളരെ നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന തരത്തിലൊരു സന്നദ്ധ സേവകരുടെ ഒരു നിര ഇതിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഇന്ന് ലോകത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രവർത്തനമാണ് കേരള മോഡൽ സന്നദ്ധ പ്രവർത്തനം എന്നുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവ് എന്നുള്ളത് പലരും കേട്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ ഓരോരുത്തരും അവരുടെ അനുഭവങ്ങൾ വരുമ്പോഴാണ് ഇത്തരം സന്നദ്ധ സംഘടനകളുമായി ബന്ധപ്പെടുക അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൻ്റെ ആവശ്യം വരുമ്പോൾ അങ്ങനെയുള്ളവർ ഏത് വഴിയാണ്, പ്രത്യേകിച്ച് ഒരു സർക്കാർ സംവിധാനത്തിലാണെങ്കിൽ മുഴുവനായും അത് പ്രാവർത്തികമായിട്ടില്ല, എങ്ങനെയാണ് അവർ ബന്ധപ്പെടേണ്ടത്? പ്രാദേശികമായി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കിടയിലും പലതുമുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാനാവുമോ? ഇപ്പോൾ നേരത്തെ ദിവാരൻ സാർ പറഞ്ഞ പോലെ എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ, ഫാമിലി ഹെൽത്ത് സെൻറ്റർ, അതിൻ്റെ കീഴിലൊക്കെ ഒരു പാലിയേറ്റീവ് കെയർ നേഴ്സിൻ്റെ സേവനം ഉറപ്പാക്കിയിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ പ്രേക്ഷകർക്ക് അവരുടെ കുടുംബങ്ങളിൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ നേഴ്സിലേക്ക് ആദ്യം അന്വേഷണം എത്തിയാൽ മതിയോ? മതി. അവരുടെ പഞ്ചായത്ത് മെമ്പർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ മെമ്പർ വഴിയോ ആശാ വർക്കർമാർ വഴിയോ അല്ലെങ്കിൽ അവരുടെ ഏറ്റവും അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലോ പോയി കഴിഞ്ഞാൽ അവർക്കൊരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു റിക്വയർമെൻറ്റ് കിട്ടും. അവിടെ നിന്ന്
ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതിയിൽ അവിടെ നിന്ന് പോരാത്ത എന്തെങ്കിലും സേവനങ്ങളുണ്ടെങ്കിൽ അവരോ അല്ലെങ്കിൽ ഈ രോഗിയെ ചികിത്സിക്കുന്ന ഡോക്ടറോ ഒക്കെ തന്നെ ഈ അതിൻ്റെ മുകളിലുള്ള ഇപ്പോൾ തൃശ്ശൂരുള്ള പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയോ അല്ലെങ്കിൽ അതുപോലെ നിരവധി സന്നദ്ധ സംഘടനകൾ നടത്തുന്ന കുറച്ചുകൂടി മികച്ച കൂടുതൽ സൗകര്യങ്ങളുള്ള സ്ഥലങ്ങളുണ്ട്, അവിടേക്ക് അവരെ തീർച്ചയായിട്ടും ഡയറക്റ്റ് ചെയ്യുകയും ചെയ്യും. അതല്ല എന്ന് വെച്ചാൽ അവർക്ക് തൃശ്ശൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി പോലുള്ള സ്ഥാപനങ്ങളിൽ നേരിട്ട് വന്നിട്ടും ഇത്തരം സേവനങ്ങൾ തേടാവുന്നതാണ്. ശ്രീ ഗോകുലസ്, എന്തെല്ലാം സേവനങ്ങൾ പെയിൻ ആൻഡ് പാലിയേറ്റീവിലൂടെ ലഭിക്കും? രോഗിയുടെ ജീവിത ഗുണനില ഉയർത്താനുള്ള എന്തും നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് രോഗികൾക്ക് കിട്ടും. അതായത് ജീവിത ഗുണനില ഉയർത്തുക എന്ന് പറയുമ്പോൾ അവരുടെ ബേസിക്കായ നീഡ്സ് ആദ്യം റോട്ടി കപ്പട മക്കാൻ എന്ന് പറയുമല്ലോ, കാരണം എല്ലാവർക്കും വേണ്ടതാണുള്ളത്. നല്ല ചൈതന്യവത്തായ ആഹാരം, ശുചിയായ വസ്ത്രം, തീർച്ചയായിട്ടും ഒരു പാർപ്പിടം, ഇത് നിർവഹിച്ചു കൊടുക്കുന്നത് മൊത്തം സന്നദ്ധ പ്രവർത്തകരാണ്. അതിന് ഈ ഡോക്ടറോ നഴ്സിൻ്റെ ആവശ്യമില്ല. ആരോഗ്യ പരിരക്ഷയ്ക്ക് ഡോക്ടറുടെയും നഴ്സിൻ്റെയും സേവനം വേണ്ടി വരുമ്പോൾ തീർച്ചയായിട്ടും പ്രത്യേക പരിശീലനം ശ്രദ്ധിച്ച് അവർ വരും. ഇതിപ്പോൾ ക്യാൻസർ രോഗികൾക്ക് മാത്രമല്ല, വൃക്കരോഗികളുടെ എണ്ണം ഇങ്ങനെ വല്ലാതെ കൂടിക്കഴിഞ്ഞു. സ്ട്രോക്ക് പറ്റിയവർ കിടക്കുന്നു. വാഹനാപകടത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം വാഹനാപകടത്തിൽപ്പെട്ട് ഇനി ജീവിതത്തിൽ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത ആളുകളുടെ എണ്ണം വളരെ വളരെ വർദ്ധിച്ചു. മാത്രമല്ല നമ്മുടെ പോപ്പുലേഷൻ പിരമിഡിൽ വലിയ വ്യത്യാസം വന്നു. ശരിക്കും പറഞ്ഞാൽ പഴയ പോപ്പുലേഷൻ പിരമിഡ് തലകീഴായിപ്പോയി. ഇപ്പോൾ ജനനം വളരെ കുറവ്, അപ്പോൾ ചെറിയ കുട്ടികളുടെ എണ്ണം വല്ലാണ്ട് കുറവ്. അതിനേക്കാൾ കൂടുതലുണ്ടാകും യുവജനങ്ങളുടെ, വൃദ്ധന്മാരുടെയും വൃദ്ധകളുടെയും വലിയൊരു ജനസംഖ്യ. അപ്പോൾ അവരെ ശുശ്രൂഷിക്കാൻ ആളുകളുടെ കുറവ്. മക്കളാണെങ്കിൽ എങ്ങനെയെങ്കിലും വിദേശത്തേക്ക് പോകണം എന്നുള്ള മോഹത്തോടെ ജീവിക്കുന്നവർ. ചിലരൊക്കെ പറയുന്നത് കേട്ട ഈ നശിച്ച നാട്ടിൽ നിന്ന് പോകണം എന്നൊക്കെ തന്നെ അത്തരം കണ്ടംച്വസായിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ പാലിയേറ്റീവ് കെയറിൽ ബന്ധപ്പെടുമ്പോൾ ഈ യുവാക്കൾക്ക് വലിയൊരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. ഉദാഹരണം തൃശ്ശൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി, പഴയ ജില്ലാ ആശുപത്രി കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന, അവിടെ സ്റ്റുഡൻസ് ഇനീഷ്യേറ്റീവ് ഇൻ പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. അവർ ഞായറാഴ്ചകൾ അവരാണ് ഹോം കെയർ നടത്തുന്നത്. കോളേജ് വിദ്യാർത്ഥികളാണ്, +2 വിദ്യാർത്ഥികളാണ്. മിനിയാന്ന് അതിലൊരു പെൺകുട്ടി എന്നോട് സംസാരിച്ചപ്പോൾ, സാറേ ഇപ്പം ഞായറാഴ്ച 2 രോഗിയെ കുളിപ്പിച്ചില്ലെങ്കിൽ, അവർ വീട്ടിൽ പോവുകയും അവർ 2 പേരെ കുളിപ്പിച്ചില്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ട കാര്യം ചെയ്തില്ല എന്നൊരു തോന്നലാണ്. ഇത്തരം ആൺകുട്ടികളും പെൺകുട്ടികളും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, അവരൊരിക്കലും മദ്യത്തിൻ്റെയോ പുകയിലയുടെയോ മയക്കുമരുന്നുകളുടെയോ മെത്തംഫെറ്റമിൻ പോലുള്ള MDMA പോലുള്ള ഡ്രഗിൻ്റെ അടുത്തേക്ക് പോകില്ല. അപ്പോൾ പാലിയേറ്റീവ് കെയർ നമ്മുടെ മൊത്തം സമൂഹത്തിൻ്റെ ആവശ്യമാണ്. പാലിയേറ്റീവ് കെയർ സേവനം നൽകുന്നവർക്ക് ലഭിക്കുന്നത് ഒരുപക്ഷെ രോഗിക്ക് ലഭിക്കുന്നതിനേക്കാൾ വളരെ വലുതാണ്. ഒരു അധ്യാപകനായിരുന്നു. ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നമുക്ക് ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവിനെ കുറിച്ച് കുട്ടിക്കാലം മുതലേ കുട്ടികൾക്ക് പഠനമായി എത്തിക്കുക അങ്ങനൊരു ആവശ്യം ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സംഘടനകളിൽ നിന്ന് ഉയർന്നു. പക്ഷേ ഇപ്പോഴും സർക്കാർ അത് ഗൗരവത്തോടെ പരിഗണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. സർക്കാർ എപ്പോഴും ഒരു സംവിധാനങ്ങളുടെ പിന്നിൽ കൂടെ വരുള്ളൂ. നിയമം നിർമ്മിക്കണം, എന്താ നിയമം വേണമെന്ന് വെച്ചിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് നിയമം നിർമ്മിക്കുന്നത്. അതിന് സർക്കാരിന് അങ്ങനെ പറ്റൂ. കാരണം അത് സർക്കാർ സംവിധാനത്തിൻ്റെ ഒരു തകരാറാണ്. സമൂഹം എങ്ങോട്ട് ചലിക്കുന്നു അതിൻ്റെ പിറകിലൂടെ നിയമമായിട്ടും മറ്റ് ചില സംവിധാനങ്ങളുമായിട്ട് സർക്കാർ പിന്നിൽ കൂടെ വരും. പാലിയേറ്റീവ് കെയർ രംഗത്തും അത് തന്നെയാണ് സംഭവിച്ചത്. കുട്ടികൾ വന്നപ്പോൾ കുട്ടികൾ കവിതയിലുണ്ടല്ലോ, കുട്ടികൾ മറ്റേ രക്ഷിതാക്കളുടെ രക്ഷകരായി വരുമെന്ന് പറഞ്ഞാൽ അതാണ് സംഭവിച്ചത്. ഇപ്പോൾ ഞായറാഴ്ചകളിൽ നഴ്സിനോടൊപ്പം പോകുന്ന കോളേജ് വിദ്യാർത്ഥികൾ, +2 വിദ്യാർത്ഥികളൊക്കെ തന്നെ എല്ലാ പ്രശ്നങ്ങളും പൂർണ്ണമായി പഠിച്ചിട്ടാണ് വരുന്നത്. ഒരുപക്ഷെ അയൽക്കാർക്കറിയാത്ത കാര്യങ്ങൾ പോലും കുട്ടികൾ പറഞ്ഞു തരുന്നു. അവരത് റെക്കോർഡ് ചെയ്യുന്നു. ആ രോഗിയുടെ പൂർണ്ണമായൊരു ചിത്രം ഈ വളണ്ടിയർമാരും ഈ SIP സ്റ്റുഡൻസ് ഇനീഷ്യേറ്റീവ് ഇൻ പാലിയേറ്റീവ് കെയർ എന്നുള്ള ആ സംവിധാനവും ചേർന്ന് നൽകുന്നുണ്ട്. അപ്പോൾ ഡോക്ടറും നഴ്സും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഒഴികെ എല്ലാ കാര്യങ്ങളും ഒരു രോഗിക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ ചെയ്തു കൊടുക്കും. ഒരു സിമ്പിളായൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു വീട്ടിൽ എൻ്റെ അതേ ക്യാൻസർ ഈ കോളറക്ടൽ ക്യാൻസർ തന്നെ ഉണ്ടായിരുന്ന ഒരു രോഗി
നമ്മുടെ ഏരിയ പെട്ടതല്ല, പക്ഷേ ഇവിടുത്തെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. രോഗിക്ക് ഉള്ള അതേ അസുഖം തന്നെ രോഗിയുടെ കുഞ്ഞിനുമുണ്ട്. 2 പേർക്കും ഒരേ സർജറി. ആ വീട് സന്ദർശിക്കാൻ പോയ കുട്ടികൾ ആ വീട് കണ്ടപ്പോൾ അവർക്ക് വലിയ പ്രയാസമായി. നമ്മൾ നോക്കുമ്പോൾ ഒരു ടോയ്ലറ്റ് പോലും. അപ്പോൾ ഞങ്ങൾ ക്ലിനിക്കിൽ നിന്ന് തീരുമാനിച്ചു ഒരു ടോയ്ലറ്റ് സംഘടിപ്പിച്ചു കൊടുക്കാം. അപ്പം നല്ലൊരു ടോയ്ലറ്റൊക്കെ പണിത് കൊടുത്തു. ഈ കാര്യം വിദ്യാർത്ഥികളും ചെറുപ്പക്കാരായ വളണ്ടിയർമാരും കൂടുതൽ ആളുകളോട് പറഞ്ഞു. അത് പത്രത്തിലൊന്നും പരസ്യം ചെയ്യില്ല, കാരണം കുടുംബത്തിൻ്റെ ഒരു അഭിമാന പ്രശ്നമുണ്ടല്ലോ. ഫലം എന്തായെന്നറിയാമോ? കേരളത്തിന് വെളിയിലുള്ള ഒരു NGO അവർക്ക് 2 കിടപ്പുമുറിയുള്ള ഒരു വീട് പണിത് കൊടുത്തു. ആ വീട്ടിൽ കിടന്നാണ് ഈ സ്ത്രീ മരിക്കുന്നത്. ആ സ്ത്രീയുടെ ഭർത്താവ്, സഹോദരൻ ഇവരൊക്കെ പൂർണ്ണ മദ്യപാനികളാണ്. അവരിൽ ഒരാളെ ഈ വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികൾക്കും രക്ഷപ്പെടുത്താൻ പറ്റിയെന്നുള്ളത് ചെറിയ കാര്യമാണോ? അപ്പോൾ ഒരു മൊത്തം കുടുംബത്തെ കാണുന്ന ഒരു സംവിധാനമാണ് പാലിയേറ്റീവ് കെയർ. സ്റ്റുഡൻസിനെ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 6ാം ക്ലാസ് ആകുമ്പോഴേക്കും കുട്ടികളെ പാലിയേറ്റീവ് കെയർ എന്താണെന്ന് പഠിപ്പിക്കണം. അവർ വലിയ വിപ്ലവം സൃഷ്ടിക്കും നമ്മുടെ സമൂഹത്തിൽ. ഡോക്ടർ, അത് എനിക്ക് തോന്നുന്നു അതൊരു പഠനം മാത്രമല്ല, ഇത്തരം സേവനങ്ങൾ എങ്ങനെ നൽകുന്നു എന്ന് കുട്ടികളെ ഒരു സന്ദർശനം കൂടി ഈ പഠനത്തിൻ്റെ ഭാഗമാക്കി ഉൾപ്പെടുത്തിയാൽ നന്നാവുമെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഗവൺമെൻറ് കുറച്ച് ഗൗരവത്തോടു കൂടി തന്നെ ഈ കാര്യങ്ങൾ കാണാൻ തുടങ്ങിയിട്ട് തോന്നുന്നു. കാരണം ഇപ്പോൾ ഇവരുടെ NSS ഒക്കെ ഉണ്ടല്ലോ, നാഷണൽ സർവീസ് സ്കീം, അവരുടെ ആക്ടിവിറ്റീസിൽ പാലിയേറ്റീവ് കെയറും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കാരണം നമുക്ക് പണ്ടത്തെ റെസിസ്റ്റൻസ് ഇല്ല. അപ്പോൾ നമ്മൾ കോളേജുകളിലൊക്കെ പോയിട്ട് അവരോട് ഇങ്ങനെ പാലിയേറ്റീവ് കെയറിൻ്റെ കാര്യത്തിന് വേണ്ടി കുട്ടികളെ അയക്കണം എന്ന് പറയുമ്പോൾ അവർക്ക് ഇഷ്ടമാണ് ഇപ്പോൾ അങ്ങനെ അയക്കാനൊക്കെ. അപ്പം അങ്ങനെ വരുന്നുണ്ട്. മറ്റ് പല കോഴ്സുകളും ചെയ്യുന്ന കുട്ടികൾ അവരുടെ ഇടയ്ക്ക് ഒരു ഇൻറ്റേൺഷിപ്പ് മാതിരി ഇവിടെ വന്നിട്ട് കുറച്ച് കാലം പാലിയേറ്റീവ് കെയർ ചെയ്തു പോകുന്നുണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, ചേഞ്ചസ് ആണ് അതൊക്കെ. കണക്കുണ്ടോ ജില്ലയിൽ എത്ര കിടപ്പ് രോഗികളുണ്ട് എന്നുള്ളത്? ഗവൺമെൻറ് അവരുടെ ഒരു ശൈലി ആപ്പൊക്കെ ഉപയോഗിച്ചിട്ട് കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് കൃത്യം കണക്ക് എൻ്റെ കയ്യിലില്ല. ഏതാണ്ട് നമുക്കൊരു 70% കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് വലിയൊരു കാര്യമാണ്. കാരണം നമ്മുടെ നാഷണൽ ആവറേജ് 3 to 4% എന്ന് പറയുന്നത്. പാലിയേറ്റീവ് കെയർ ആവശ്യമായിട്ടുള്ളതിൽ 3-4% ആൾക്കാരെ പാലിയേറ്റീവ് കെയർ കൊടുക്കാൻ പറ്റുന്നുള്ളൂ. നമ്മുടെ കേരളത്തിൽ അത് 70-80% വരെ ആയിട്ടുണ്ട്. അത് വലിയൊരു കാര്യമാണ്. നമ്മൾ എത്ര യൂണിറ്റുകൾ ഉണ്ടാവും തൃശ്ശൂർ ജില്ലയിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ്? തൃശ്ശൂരിലൊരു 10-20-24 യൂണിറ്റുകളുണ്ട്. കുറവാണോ? അപ്പോൾ സംസ്ഥാന തലത്തിൽ തന്നെ 1000-ഓളം ഉണ്ടെന്നല്ലേ നമ്മൾ നേരത്തെ കണക്കിൽ പറഞ്ഞു. ജില്ലയിൽ കുറവാണോ? ജില്ലയിൽ എന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞത് കുറച്ച് 2-3 കൊല്ലം മുമ്പത്തെ കണക്കാണ്. കുറച്ചുകൂടി കൂടിയിട്ടുണ്ടാവും. ഇപ്പോൾ 1000-ഓളം എന്ന് പറയുന്നത് ഗവൺമെൻറ് തലത്തിലും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞത്. ഗവൺമെൻറ് തലത്തിലാണ് ഞാൻ പറഞ്ഞത് 1000-ഓളം യൂണിറ്റുകളുണ്ടെന്ന് പറഞ്ഞത്. അത് എല്ലാം ഈ PHC CHC-നൊക്കെ കൂട്ടിയിട്ടാണ്. മറ്റേ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ വളണ്ടറി ഓർഗനൈസേഷൻ്റെ കൂടെ ആണെങ്കിൽ അത്രയൊന്നുമില്ല. 400 യൂണിറ്റുകളേ ഉണ്ടാവുള്ളൂ. ശ്രീ കൃഷ്ണകുമാർ, നമുക്ക് ഈ കിടപ്പ് രോഗികളുടെ ഒരു അവസ്ഥ പെയിൻ ആൻഡ് പാലിയേറ്റീവ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അത് കൃത്യമായി തന്നെ മനസ്സിലാകും. അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് അതറിയണമെങ്കിൽ ആ വീട്ടിലുള്ള ഒരാൾ ആ അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് അത് മനസ്സിലാവുക. വിദേശ രാജ്യങ്ങളിലൊക്കെ മുതിർന്ന പൗരന്മാർക്ക് സർക്കാർ സംവിധാനത്തിൽ തന്നെ വളരെയധികം സുരക്ഷ, അവർക്ക് വേണ്ട മരുന്ന്, അവർക്ക് വേണ്ട ഇൻഷുറൻസ്, എല്ലാ സംവിധാനങ്ങളും. ഇപ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന കുറേ കുട്ടികൾ കെയർ ടേക്കർ എന്ന സർക്കാർ സംവിധാനത്തിൽ നോക്കുന്ന ശമ്പളം പറ്റാനായി കെയർ ടേക്കർ എന്ന രീതിയിൽ പോലും പോകുന്നുണ്ട്. അങ്ങനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട് വളരെ പിറകിലല്ലേ ഈ മേഖലയിൽ? തീർച്ചയായിട്ടും അവിടെ അതിന് ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളുണ്ട്. നമ്മൾ ഒരു ജോലി ചെയ്ത് ആദ്യം തന്നെ ഒരു പ്രതിഫലം പറ്റുകയാണെങ്കിൽ ആ ആദ്യത്തെ ദിവസം മുതൽ തന്നെ, അല്ലെങ്കിൽ നമുക്കൊരു അവർലി റേറ്റിന് വർക്ക് ചെയ്യുകയാണെങ്കിൽ പോലെ തന്നെ അതിൽ നിന്ന് തന്നെ ഈ ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളിലേക്ക് കൃത്യമായിട്ടും ഇത്ര ശതമാനം പിടിച്ചടയ്ക്കുക എന്നുള്ളത് പൈസ കൊടുക്കുന്ന ആളുടെയും വാങ്ങുന്ന ആളുകളുടെയും ചുമതലയാണ്. അങ്ങനെയുള്ള പല സംവിധാനങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ നമുക്കിപ്പോൾ ഇത്ര വലിയ അധികം പോപ്പുലേഷനുള്ള ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് ഇന്ത്യക്കൊക്കെ പെട്ടെന്ന് എത്തിച്ചേരാൻ പ്രയാസമാണെങ്കിലും ഇപ്പോൾ കുറേയൊക്കെ മാറ്റങ്ങൾ പതുക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്.
ഇത് എല്ലാവരെയും നമുക്ക് അതുകൊണ്ടാണ് പ്രത്യേകിച്ചും ഈ ഒരു കേന്ദ്രത്തിൽ പ്രത്യേകിച്ച് പ്രവേശിപ്പിച്ച് അവരെ സംരക്ഷിക്കുന്നതിന് പകരം അവരവരുടെ വീടുകളിൽ തന്നെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ അവരുടെ അന്ത്യകാലം പരിചരണം നൽകുക, അതാണ് യഥാർത്ഥത്തിൽ ഈ സാന്ത്വന ചികിത്സയുടെ ഒരു ലക്ഷ്യം. ഇപ്പോൾ നമുക്കറിയാം, ഏതൊരാളായാലും ഒരു ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണ ഓർമ്മയുള്ള സമയമാണെങ്കിൽ പിറ്റേ ദിവസം ഡോക്ടർ വന്നു പോയി കഴിയുമ്പോൾ ഒന്നുകിൽ ഈ രോഗി ഡോക്ടറോട് നേരിട്ടോ അല്ലെങ്കിൽ ഡോക്ടർ പുറത്ത് കടന്ന് വീട്ടുകാർ പുറത്ത് പോയി അപ്പോൾ ഡോക്ടറോട് സംസാരിച്ച് തിരിച്ചു വരുമ്പോൾ ആ ബന്ധുക്കളോടോ നമ്മൾ ഏറ്റവും ആദ്യം ചോദിക്കുന്ന ചോദ്യം എപ്പോഴും എനിക്ക് എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്ന് വിടുമെന്ന് പറഞ്ഞു എന്നാണ് നമ്മൾ ചോദിക്കുക. അപ്പോൾ ആത്യന്തികമായിട്ട് നമ്മൾ സാന്ത്വന ചികിത്സയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, ഏതൊരു മനുഷ്യനും അവന് എന്തൊക്കെ പ്രശ്നങ്ങളും ദുരിതങ്ങളും ഉണ്ടെങ്കിലും അവരെ ഏറ്റവും കൂടുതൽ സൗഖ്യം അനുഭവിക്കുന്ന അല്ലെങ്കിൽ സമാധാനം അനുഭവിക്കുന്നത് അവരവരുടെ സ്വന്തം മുറിയിൽ കിടക്കുമ്പോൾ തന്നെയാണ്. അപ്പോൾ സ്വന്തം വീട്ടിൽ പരമാവധി പരിചരണം അവർക്ക് നൽകുക. അവരെ നമുക്കിപ്പോൾ ഒരു ക്ലിനിക്കിൽ കൊണ്ടുവന്ന് ഒരു ചികിത്സ കൊടുക്കേണ്ട അവസ്ഥ വന്നാൽ പോലും എത്രയും വേഗം അവരെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പറഞ്ഞയക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം. അപ്പോൾ ഈ ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ ആളുകളുടെ അവരുടെ അവസാന സമയം ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമുക്ക് തന്നെ ഒരു രോഗം വന്ന് നമ്മൾ ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ വീടിൻ്റെ പടി കിടക്കുമ്പോൾ തന്നെ നമ്മുടെ പകുതി അസുഖം ആസ്പത്രിയിൽ നിന്ന് വിട്ടതിനേക്കാളും പകുതിയിൽ കൂടുതൽ ആരോഗ്യം നമുക്ക് വീണ്ടെടുത്തു. ഉള്ളിൽ വന്ന് നമ്മുടെ മുറിയിലിരുന്ന് കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ വളരെ സൗഖ്യമായി എന്ന് തോന്നുന്ന വിധത്തിൽ അത് നമുക്കൊരു സ്വാതന്ത്ര്യവും നമ്മുടെ ഒരു അധികാരവും നമ്മുടെ ഒരു സന്തോഷമൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ട് അങ്ങനെ അത്തരത്തിലുള്ള പാശ്ചാത്യ രാജ്യങ്ങളിലേക്കുള്ള പോലുള്ള ഒരു കേന്ദ്രങ്ങളിലേക്ക് മാറ്റാതെ പരമാവധി ആളുകളുള്ള വീടുകളിലെങ്കിലും അവർക്ക് പരമാവധി സേവനം അല്ലെങ്കിൽ അവർക്ക് പരമാവധി അവരുടെ അന്ത്യകാല പരിചരണം അവരുടെ വീടുകളിൽ തന്നെ നൽകുക, അന്ത്യകാല അവകാശം കൂടിയായിട്ട് കാണേണ്ടതുണ്ട്. അപ്പോൾ അതിലേക്കാണ് ഇപ്പോൾ ഈ നമ്മൾ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ സൂചിപ്പിച്ച പോലെ അന്ത്യകാല പരിചരണവും ഈ ലിവിങ് വിൽ പോലുള്ള ഒരു സമ്പ്രദായമൊക്കെ വരുന്നത്. എനിക്ക് തോന്നുന്നു നമുക്കിനി കുറച്ചുകൂടി കൂടുതലായിട്ട് ആ വിഷയത്തെ കൂടി ചർച്ച ചെയ്യേണ്ടതെന്ന് തോന്നുന്നു. അതൊരു രോഗിയുടെ അഭിലാഷമാണ്, അല്ലെങ്കിൽ ഏതൊരു ജീവിച്ചിരിക്കുന്ന ആളുകളുടെ ആഗ്രഹമാണ്. ഡോക്ടറിലേക്ക് വന്ന് കൂടുതൽ കൃത്യമായി പറയാൻ കഴിയുമെന്ന് തോന്നുന്നു. ഈ അന്ത്യകാലത്തുള്ള ലിവിങ് വിൽ ഒരു പുതിയതായി വന്നിട്ടുള്ളതാണ്. നിലവിൽ ഒരു ആശുപത്രിയിലേക്ക് ആ രോഗി രക്ഷപ്പെടില്ല എന്ന് അറിയുമ്പോഴും ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ഡോക്ടർക്ക് നിർബന്ധപൂർവ്വം ഒരുപക്ഷെ ICUയിലേക്ക് മാറ്റേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. രക്ഷപ്പെടില്ലായിരിക്കാം. അത് ശരിക്കും ആ ഒരു രോഗിയും ഡോക്ടറും തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നമ്മുടെ നാട്ടിൽ ശരിക്കും അത് ഉണ്ടാവുന്നില്ല എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഡോക്ടർ തന്നെ പറയുകയാണ് നിങ്ങളിത് ഇപ്പോൾ രക്ഷയ്ക്ക് സാധ്യതയില്ല, നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകുക. അത് വളരെ കുറവാണ് ഉണ്ടാവുക. നേരെ ICUയിലേക്ക് അല്ലെങ്കിൽ വെന്റിലേറ്ററിലേക്ക് ഒരു മിടിപ്പുമായി നിൽക്കുന്നൊരു സാഹചര്യം അത് രോഗിയെ സംബന്ധിച്ച് അവരുടെ അന്ത്യം ദുരിതമാക്കുകയല്ലേ ചെയ്യുന്നത്? തീർച്ചയായിട്ടും. അത് പ്രശ്നം കുറച്ച് സങ്കീർണമാണ് വാസ്തവത്തിൽ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പൊതുവെ ചികിത്സിക്കുന്ന ഡോക്ടർമാരടക്കം ആൾക്കാർ, പൊതുജനവും എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ചികിത്സയുടെ പരമമായ ലക്ഷ്യം ജീവൻ ഏതു വിധേനയും നിലനിർത്തുക എന്നുള്ളതാണ്. ജീവൻ ഏതു വിധേനയും നിലനിർത്തുക, അതാണ് ചികിത്സയുടെ പരമമായ ലക്ഷ്യം. ഇതൊരു ശരിയല്ല വാസ്തവത്തിൽ. കാരണം അങ്ങനെയാണെങ്കിൽ ആരും മരിക്കാൻ പാടില്ലല്ലോ. നമുക്കൊരുപാട് രോഗങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട്. മരിക്കുമായിരുന്ന പല ആൾക്കാരെ നമുക്ക് ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റാറുണ്ട്, കൃത്യമായിട്ടുള്ള ചികിത്സ, കൃത്യമായിട്ടുള്ള മരുന്നൊക്കെ കൊടുക്കുക വഴി. പക്ഷെ എല്ലാ മരണവും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അവയവങ്ങളുടെ പ്രവർത്തനം നിലച്ചുപോയി, ഹാർട്ടിൻ്റെ എല്ലാ റിസർവും പോയി, അങ്ങനെ ഒരവസ്ഥ എത്തിക്കഴിഞ്ഞാൽ രോഗി മരിക്കുക തന്നെ ചെയ്യും. അപ്പം അത്തരം സന്ദർഭങ്ങളിലും ഏത് വിധേനയും ജീവൻ നിലനിർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ജീവൻ രക്ഷോപായങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ എന്താ സംഭവിക്കുക? രോഗി മരിക്കും, വളരെയധികം യാതന അനുഭവിച്ചുകൊണ്ട്. ഡോക്ടർക്ക് തീരുമാനമെടുക്കാൻ കഴിയില്ലേ? വാസ്തവത്തിൽ ഒന്നിലും ഡോക്ടറല്ല തീരുമാനം എടുക്കേണ്ടതെന്നുള്ളതാണ്. ചികിത്സാ തീരുമാനങ്ങൾ എടുക്കേണ്ടത് രോഗിയാണ്. രോഗി എംപവേർഡ് വിത്ത് ഇൻഫർമേഷൻ, കാര്യങ്ങൾ മനസ്സിലാക്കി. ഈ മരണത്തിൻ്റെ ഘട്ടമെത്തി നിൽക്ക് പ്രതികരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള രോഗിയുടെ കാര്യമാണെങ്കിൽ അവിടെയൊക്കെ എന്താ പറയുക, അവിടെയാണ് ഈ ലിവിങ് വില്ലിൻ്റെ ഒരു ആവശ്യം വരുന്നത്. കാരണം നമുക്ക് ഇപ്പോൾ അറിയാം ഇത്തരത്തിൽ ഒരു നിലയ്ക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ, ജീവൻ തിരിച്ചു കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളൊരവസ്ഥ എത്തിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ജീവനരക്ഷോപായങ്ങളൊന്നും ചെയ്യാതിരിക്കണം. അതാണ് എനിക്ക് വേണ്ടത് കംഫർട്ട് മെഷേഴ്സാണ്, സുഖചികിത്സയാണ് വേണ്ടത്. അത് മാത്രം മതി എന്നുള്ള, അതും വാസ്തവത്തിൽ ചികിത്സയുടെ ഒരു ലക്ഷ്യം തന്നെയാണ്. വളരെ, അതായത് മരണം സുനിശ്ചിതമാണ് എന്നൊരവസ്ഥ എത്തിയാൽ മരണത്തെ ക്ലേശരഹിതമാക്കുക എന്നുള്ളത് അതൊരു ലെജിറ്റിമേറ്റ് ഗോൾ ഓഫ് മെഡിസിൻ തന്നെയാണ്. പക്ഷേ അതിനെക്കുറിച്ച് അധികം പേരും അറിയുന്നില്ല. എപ്പോഴും ഏത് വിധേനയും രക്ഷിക്കുക എന്നുള്ള അത് മാത്രമാണ് ലക്ഷ്യം എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു എന്താ പറയുക, ഈ ഡയറക്ഷൻ തിരിച്ചുവിടലുണ്ടല്ലോ,
ഏത് വിധേന ജീവൻ നിലനിർത്തുക എന്നുള്ളത് മാറ്റിയിട്ട് സുഖമായി മരിക്കാൻ ക്ലേശരഹിതമാക്കുക എന്നുള്ള നിലയിലേക്ക് മാറ്റുക എന്നുള്ളത് പലപ്പോഴും സംഭവിക്കുന്നില്ല. അപ്പോൾ ഇത് കാരണം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ അത്തരം ICU മാനേജ്മെൻറ്റും വെൻറ്റിലേഷനൊന്നും വേണ്ടെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. പക്ഷേ ആ ഒരു സമയത്ത് എനിക്കങ്ങനെ പറയാൻ സാധിക്കില്ല. അപ്പോൾ ഇപ്പോൾ എനിക്ക് ചിന്താശേഷിയുള്ള സമയത്ത് ഇപ്പോൾ തന്നെ ഞാൻ എഴുതി വയ്ക്കും. എന്താണ് അതിൻ്റെ പ്രൊസീജിയർ, എങ്ങനെയാണ്? അപ്പോൾ അത് സുപ്രീം കോടതി 2018 മാർച്ചിലുണ്ടായിട്ടുള്ള വെർഡിക്റ്റിലാണ് പറഞ്ഞത് ഇങ്ങനെ ലിവിങ് വിൽ അല്ലെങ്കിൽ അഡ്വാൻസ് കെയർ പ്ലാൻ എന്നുള്ളത് നടത്താമെന്ന് പറഞ്ഞത്. അതിനു മുമ്പൊക്കെ അത് അസാധുവായിരുന്നു, അത് ചെയ്യാൻ പാടില്ല എന്നാണ് നിയമം ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നത്. ഈ 2018 ജഡ്ജ്മെൻറ്റോട് കൂടിയിട്ട് അത് ചെയ്യാമെന്നായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരാൾ വൈറ്റ് പേപ്പറിൽ വലിയ സ്റ്റാമ്പ് പേപ്പറോ കാര്യങ്ങളൊന്നും വേണ്ട, അതിൽ എഴുതി വയ്ക്കുക ഇങ്ങനെ ഇത്തരം ഒരു സന്ദർഭങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ എന്നെ അങ്ങനെ വെന്റിലേറ്റ് ചെയ്യുക, ജീവൻ രക്ഷോപായങ്ങളൊന്നും നടത്തരുത്, എനിക്ക് കംഫർട്ട് മെഷേഴ്സ് മാത്രം തരണം, പാലിയേറ്റീവ് കെയർ അവസാന കാലം വരെ തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ ആഗ്രഹങ്ങൾ, അന്ത്യകാല പരിചരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എൻ്റെ ആഗ്രഹങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് പലമാതിരി ആവാട്ടോ. ചിലപ്പോൾ വെന്റിലേറ്റ് ചെയ്യണമെന്നാണ് ഒരാൾക്ക് തോന്നുന്നത് വെച്ചാൽ അതും എഴുതി വയ്ക്കാം. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കുക. എന്നിട്ട് 2 വിറ്റ്നസ് വേണം. അത് ഏറ്റവും നല്ലത് സ്വന്തക്കാരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. ഏറ്റവും ആദ്യം വേണ്ടത് സ്വന്തക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളതാണ്. മക്കളും ഭാര്യയൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഭർത്താവുമായിട്ട് ഒക്കെ ഇതിനെക്കുറിച്ച് വളരെ തുറന്നൊരു സംവാദം ഉണ്ടാവുകയും ചർച്ച ചെയ്യുകയും ചെയ്തിട്ട് എല്ലാവരുടെയും ഒരു ഐക്യരൂപ്യം ഉണ്ടാക്കണം അഭിപ്രായത്തിൽ. എന്നിട്ട് വേണം ഇത് എഴുതാൻ. ആ പ്രോസസ്സ് തന്നെ നല്ലൊരു കാര്യമാണ്. കാരണം നമുക്ക് മരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ളൊരു അവസരം കിട്ടുകയാണത്. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ നടക്കാത്തൊരു കാര്യമാണ് മരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ. എപ്പോഴും മരണത്തെക്കുറിച്ച് ആരെയും പറയുമ്പോൾ ഇങ്ങനെയൊന്നും പറയാൻ നിൽക്കണ്ടെന്ന് കഴിഞ്ഞിട്ട് അതിനെങ്ങനെ ഒഴിവാക്കുക പതിവ്. ഇത് നമുക്ക് ശരിക്കും മരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ളൊരു അവസരം കിട്ടുന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെയും അനുവാദത്തോട് കൂടിയിട്ട് നമ്മൾ എഴുതി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒന്ന് എഴുതി ഉണ്ടാക്കി കഴിഞ്ഞാൽ 2 വിറ്റ്നസ് വേണം. പിന്നെ ഏതെങ്കിലും ഗസറ്റ് ഓഫീസർ അല്ലെങ്കിൽ നോട്ടറി അതിനെ അറ്റസ്റ്റ് ചെയ്യും വേണം. ഇത്രയും കഴിഞ്ഞു ഇതിൻ്റെ ഈ എന്താണ് ലിവിങ് വില്ലായി കഴിഞ്ഞു. അതിൻ്റെ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യം. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അറിയിക്കാം അങ്ങനെ പറഞ്ഞ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇതിൻ്റെ ഒരു കോപ്പി വെക്കണമെന്ന്. പക്ഷേ നമ്മളിവിടെ അന്വേഷിച്ചപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു കസ്റ്റോഡിയനായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലത്തെ സെക്രട്ടറി വേണമെന്നാണ് വെപ്പ്. പക്ഷെ അത് അവർക്ക് അത്ര ഇൻസ്ട്രക്ഷൻ ഗൗരവമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല ഈ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇതൊരു ലീഗൽ ഡോക്യുമെൻ്റ് ആണല്ലോ. ഇതിൻ്റെ ഇനിഷ്യേറ്റീവ് എടുക്കുന്നതൊക്കെ ഡോക്ടർമാരും മറ്റ് സാധാരണ ജനങ്ങളുമാണ്. അപ്പോൾ ഒരു ലീഗലായിട്ടുള്ള ഒരു ഒരു ഡോക്യുമെൻ്റായി മാറുന്ന സമയത്ത് അതിന് മിനിമം ചില കാര്യങ്ങളും കൂടെ വേണമെന്നുള്ളത് വരുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ കുറച്ച് നിയമജ്ഞരും ഇതിലേക്ക് വരുന്നുണ്ട്. അവർ ഇതിനൊക്കെ കുറച്ചുകൂടെ നല്ലൊരു ചിട്ടയോട് കൂടിയിട്ടുള്ളൊരു ഫോർമാറ്റൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, പ്രാവശ്യം വരാൻ പറ്റിയില്ല, ഒരു അഡ്വക്കേറ്റ് രമ, അവർ വളരെ നല്ലൊരു ഫോർമാറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ശ്രീ ഗോകുൽദാസ്, ഈ സംവിധാനം കുറേ പേർ അറിഞ്ഞാൽ ഇത് വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകും. ശരിക്കും ഇതിനെക്കുറിച്ചൊരു ചർച്ച നടന്ന് ഒരു സാമൂഹിക അവബോധം കൂടുതലായി വരേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഞാൻ പറയുക ഏത് കുടുംബത്തിനും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണെന്നാണ്. ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചില മക്കളെ എതിർക്കുന്നു. അച്ഛൻ എന്തിനാണ് ലിവിങ് വിൽ എഴുതുന്നത്, അമ്മ എന്തിനാണ് ലിവിങ് വിൽ എഴുതുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അതല്ലേ ശരി, അതവരും ബോധ്യപ്പെടുത്തി കൊടുക്കണം. എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾ എന്ന് പറയാൻ പറ്റില്ല, 48-49 വയസ്സായ എൻ്റെ മകൻ പോലും ഞാനില്ലെങ്കിൽ എങ്ങനെ ജീവിക്കുമെന്ന് ചിന്തിക്കുന്ന ആളാണ്. പക്ഷേ ഞാൻ മരിക്കും, അത് കഴിഞ്ഞ് അയാൾ ജീവിക്കണം, അതയാൾക്ക് അറിയണം. അപ്പം മരണത്തെക്കുറിച്ച് ഒരു ചർച്ച നടക്കണം, സമൂഹതലത്തിൽ, കുടുംബതലത്തിൽ. രാത്രി ഡിന്നർ കഴിക്കുമ്പോൾ ഇതൊരു വിഷയമായി വളരെ സിമ്പിളായിട്ട് കാണാൻ പറ്റണം. ഏത് യൂത്ത് ക്ലബിൻ്റെ മീറ്റിങ്ങുകളിലും മറ്റ് ചർച്ചകളിലുമൊക്കെ തന്നെ സുഖമായ മരണം ഒരു അവകാശമാണെന്നറിയപ്പെടണം. നമ്മൾ ഒരു ഭരണഘടന 21-ാം അനുച്ഛേദം ഇന്ത്യക്കാരന് ജീവിക്കാൻ അവകാശമുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. ഈ ജീവിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് വെറുതെ നിലനിൽപ്പിനുള്ള അവകാശമല്ലെന്നും ജീവിതം എന്ന് കഴിഞ്ഞാൽ ചൈതന്യവത്തായ ആഹാരം, വസ്ത്രം, പാർപ്പിടം, ആരോഗ്യ രക്ഷ എന്നിവയൊക്കെ ഉൾക്കൊള്ളുന്ന
അവഹേളനങ്ങളിൽ നിന്നൊക്കെ രക്ഷ ഉൾക്കൊള്ളുന്ന ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് അന്തസ്സോടെയുള്ള ജീവിതം. ജീവിക്കാനുള്ള അവകാശം എന്ന് വെച്ചാൽ അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശമാണ്. മരണം ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് അന്തസ്സോടെ മരിക്കുക എന്നുള്ളതും കൂടി ഒരു അവകാശമാണ്. ഈ അന്തസ്സോടെയുള്ള മരണമാണ് വാസ്തവത്തിൽ ലിവിങ് വില്ലിൻ്റെ സ്പിരിറ്റ് എന്ന് പറയുന്നത്. കാരണം ഞാൻ നിസ്സഹായനായി ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ എല്ലാ കൈയും കാലും ചിലപ്പോൾ കെട്ടിയിട്ട് ശരീരത്തിൻ്റെ എല്ലാ ദ്വാരങ്ങളിലും കൂടെ ട്യൂബ് ഇറക്കി ഇട്ട് അങ്ങനെയാണ് ഞാൻ മരിക്കേണ്ടത്. അതേസമയം ഞാൻ വേദന അനുഭവിക്കാതെ മരിക്കുന്നതാണോ? ഇതിൻ്റെ അർത്ഥം നമ്മൾ ചികിത്സയെ പൂർണ്ണമായി നിഷേധിക്കുന്നു എന്നല്ല അർത്ഥം. വളരെ സിമ്പിളായൊരു ഉദാഹരണം പറഞ്ഞു. എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഭാര്യ കേസും ആയിട്ട് വന്നത് ആദ്യം എൻ്റെ വീട്ടിലാണ്. അത് കഴിഞ്ഞിട്ടാണ് പാലിയേറ്റീവ് കെയറിലേക്ക് വന്നത്. അത് സ്റ്റുഡൻറ്റ് വന്ന് ഭാര്യ രണ്ടാമതാണ് കൊണ്ടുവന്നത്. ആദ്യം സ്റ്റുഡൻറ്റ് വന്നപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരുന്ന അവൻ കരഞ്ഞു. അതെന്താ കാരണം വെച്ചാൽ കോളേജിൽ ഭയങ്കര വില്ലനായിരുന്നു അവൻ. അപ്പോൾ കുറേ വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ മാപ്പ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഭാര്യയുടെ കാര്യം പറഞ്ഞു. ഭാര്യയ്ക്ക് മാലിഗ്നൻ്റ് മെലനോമയാണ്. അത് ഏതോ അവരുടെ ശരീരത്തിൻ്റെ സ്വകാര്യ ഭാഗങ്ങളിൽ നിന്നാണ് തുടങ്ങിയത്. അതുകൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടില്ല. അത് കഴിഞ്ഞ് ഇപ്പോൾ അവരുടെ ഈ മെലനോമ കോശങ്ങൾ അവരുടെ രക്തത്തിൽ പോലും നിറഞ്ഞിട്ട് അടഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ ഇതിന് പാലിയേറ്റീവ് കെയറിൽ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യാം. പക്ഷേ ഇവർക്കൊരു പാലിയേറ്റീവ് സർജറി വേണ്ടി വരാം. എനിക്ക് ചെയ്ത പോലെ തന്നെ വേറെ ഒരു സ്റ്റോമ ഉണ്ടാക്കുന്ന ഒരു സർജറി വേണ്ടി വരും. അത് നമുക്ക് ഡോക്ടറായിട്ട് ഡിസ്കസ് ചെയ്യാം. ഞാനതിൻ്റെ എക്സ്പെർട്ടല്ലല്ലോ. ഐ തിങ്ക് ഡോക്ടർ ദിവാരൻ തന്നെയാണ് കണ്ടതെന്ന് തോന്നുന്നു. അപ്പോൾ ആ ശസ്ത്രക്രിയയുടെ ആവശ്യം പറഞ്ഞു. അത് പാലിയേറ്റീവ് ശസ്ത്രക്രിയ. ഈ പെൺകുട്ടിയെ രക്ഷപ്പെടുത്താനേ പറ്റില്ല. പക്ഷേ ഈ ശസ്ത്രക്രിയ ചെയ്തില്ലെങ്കിൽ അവർ വല്ലാണ്ട് ക്ലേശിക്കും. അപ്പോൾ പാലിയേറ്റീവ് സർജറി ഉണ്ട്. ഇതുപോലെ പാലിയേറ്റീവ് കീമോതെറാപ്പിയും പാലിയേറ്റീവ് റേഡിയേഷനും ഒക്കെ വേണ്ടി വരാം. അപ്പോൾ അതിനെ സാധാരണ ആശുപത്രികളിലെ പൂർണ്ണമായി നമ്മൾ തിരസ്കരിക്കുന്നൊന്നുമില്ല. പക്ഷേ ആരോഗ്യരക്ഷയുടെ ഭാഗമായിരിക്കണം പാലിയേറ്റീവ് കെയർ. അത് സാധാരണ ആശുപത്രികൾ കൂടി ആ രംഗത്തേക്ക് വരണം, രോഗിക്ക് വലിയ ഭാരമാകാത്ത വിധത്തിൽ. അങ്ങനെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യണം. ഇപ്പോൾ എനിക്ക് തന്നെ എനിക്കറിയാമല്ലോ, കോളോറക്ടൽ ക്യാൻസറാണ്. ഞാൻ റാഡിക്കൽ കോളസ്റ്റമി അനുഭവിച്ച ആളാണ്. 32 ദിവസത്തെ റേഡിയോ തെറാപ്പി ഉണ്ടായിരുന്നു. ഒരു നീണ്ട ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിട്ടുണ്ട്. കീമോതെറാപ്പി 12ഓളം സൈക്കിളിൽ 10 കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കുഴഞ്ഞു വീണു എന്ന് പറയാം. ഐ ബിഗാൻ ടു ബ്ലീഡ് ഫ്രം ഓൾ മൈ ഓറിഫീസസ്. ആ അവസ്ഥയിൽ നിന്ന് ഇന്ന് നിലയിലെത്തിയത് പാലിയേറ്റീവ് കെയറിൻ്റെ ഫലമാണ്. ഇപ്പോൾ പാലിയേറ്റീവ് കെയറിലുള്ള ഡോക്ടർമാരും വളണ്ടിയർമാരും നഴ്സുമാരും തന്നെയാണ് പറയുന്നത് കൺസ്ട്രക്റ്റീവായ എന്ത് കാര്യങ്ങളിലും ഇടപെട്ട് ജീവിച്ചോളാൻ. അവരെന്നാണ് എനിക്ക് ധൈര്യം. പാലിയേറ്റീവ് കെയറിൽ ഉണ്ടെങ്കിൽ ഞാൻ എന്തോ ആത്മഹത്യ ചെയ്തതിനെ വാസ്തവം പറഞ്ഞാൽ. അപ്പോൾ ഇത് വളരെ ആവശ്യമാണ്. അതേസമയത്ത് ഈ ലിവിങ് വില്ലിൻ്റെ പ്രാധാന്യം നമ്മൾ കുറച്ച് കാണരുത്. കാരണം എനിക്കൊരു പക്ഷേ ഇനി ലിവറിലായിരിക്കാൻ വരിക അല്ലേ. അപ്പോൾ ആകെ ഉണ്ടാകുന്ന ലക്ഷണങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എവിടെയെങ്കിലും ചൊറിച്ചിൽ തോന്നിയാൽ എൻ്റെ ബൈൽ പെഗ്മെൻറ്റ് കൂടിയാവും എന്നൊരു ആശങ്ക എനിക്കുണ്ടാവും. ഞാനുടൻ അന്നത്തെ പാലിയേറ്റീവ് കെയർ യൂണിറ്റിൽ ഡോക്ടർമാരോട് ചോദിക്കുകയാണ്, ഞാനൊന്ന് പരിശോധിക്കണോ? ഹേയ് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ലല്ലോ, കാണുന്നില്ലല്ലോ, എന്തായാലും ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് തരാം. അപ്പോൾ ചികിത്സാ സംവിധാനങ്ങളെ നിഷേധിക്കുന്നില്ല പാലിയേറ്റീവ് കെയർ. ബൈൽ പിഗ്മെൻ്റ് മറ്റോ ഉണ്ടോ എൻ്റെ രക്തത്തിൽ എന്നൊക്കെ നോക്കാമല്ലോ. അപ്പോൾ അതിനൊക്കെ അംഗീകരിക്കുന്നുണ്ട്, സാധാരണ ചികിത്സയെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ സമയത്ത് ഊന്നൽ രോഗിയുടെ ജീവിത ഗുണനിലയ്ക്കാണ് ഏതർത്ഥത്തിലും. കാരണം എൻ്റെ തന്നെ ഒരു അനുഭവം പറയാം. കോളറക്ടൽ ക്യാൻസർ തന്നെയുള്ള എൻ്റെ അതേ ക്യാൻസറുള്ള ഇവിടുത്തെ ഒരു നമുക്ക് ആളുടെ പേര് പറയണ്ടല്ലോ, ഇവിടുത്തെ ഒരു പ്രഗത്ഭനായ പൊതുപ്രവർത്തകൻ്റെ വലിയ ത്യാഗിയായ ഒരു മനുഷ്യൻ്റെ മരുമകളാണ്. അവർ കിടക്കുമ്പോൾ തീർച്ചയായിട്ടും അവരെ ലിവറിനെയൊക്കെ ബാധിച്ചു, മറ്റവയവങ്ങൾക്ക് സ്പ്രെഡ് ചെയ്തു, അവർക്ക് ഇനിയൊന്നും ചെയ്യാനില്ല, മരണമാണ്. ഞാൻ ചെന്നിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഒരു തലയൊക്കെ ഒന്ന് തടവി കൊടുക്കും. അപ്പോൾ ഇടയ്ക്ക് അവരൊന്ന് കണ്ണു തുറന്ന് നോക്കും. ഒരു നിമിഷം കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഞാനത് ഡോക്ടർ ദിവാരനായിട്ട് ആ കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട്. അവരെൻ്റെ കൈ പിടിച്ചൊരു മുത്തം തന്നു. അവരുടെ ഭർത്താവ് പോലും അതിശയിച്ചു പോയി. കാരണം അപ്പോൾ ഇത്രയും പ്രധാനമാണ് ഈ പാലിയേറ്റീവ് കെയറിലെ ടച്ച് എന്ന് പറഞ്ഞത്. അതേസമയത്ത് ഈ സ്ത്രീക്ക് സുഖമായൊന്നും മരിക്കാനുള്ള അവകാശമില്ലേ? അതവർക്ക് നേരത്തെ എഴുതി വയ്ക്കാമല്ലോ. ആ അവകാശം എന്ന് പറയുന്നത് ഇറ്റ്സ് ആസ് ഗുഡ് ആസ് മൈ ഫണ്ടമെൻ്റൽ ഹ്യൂമൻ റൈറ്റ്. കാരണം അന്തസ്സായി ജീവിക്കണം, അന്തസ്സായി തന്നെ മരിക്കണം. അതാണ്
ഇതിൻ്റെ ദ സ്പിരിറ്റ് ബിഹൈൻഡ് ലിവിങ് വിൽ. പക്ഷേ ഈ മരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കൂടുതൽ പേർക്കും ഭയമാണെന്ന് തോന്നുന്നു. അതെ, അതുകൊണ്ടായിരിക്കാം ഇത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടാത്തതും കൂടുതൽ പേർ ഇതിലേക്ക് വരാത്തതും. അതെ, ശരിയാണ്. നമ്മളൊരു മരണനിഷേധിയായിട്ടുള്ളൊരു സംസ്കാരത്തിലാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അത് കുറേ അതിനുള്ള ഉത്തരവാദിത്വം നമ്മുടെ മോഡേൺ മെഡിസിനാണെന്ന് പറയാം. കാരണം നമ്മളെല്ലാം പ്രൊമോട്ട് ചെയ്യുന്നത് എല്ലാറ്റിനും ചികിത്സയുണ്ട്, അങ്ങനെ ഏതിനും ചികിത്സയുണ്ട്. അപ്പോൾ അത് കാരണം ഇന്നത്തെ കാലത്ത് മരിക്കേണ്ട ഒരാവശ്യമില്ല എന്നുള്ളൊരു മിഥ്യാധാരണ സമൂഹത്തിലുണ്ടായി വന്നിട്ടുണ്ട്. അതിൽ അവർ ഇടപെട്ട് ചോദിച്ചോട്ടെ, ഈ എന്തിനും ചികിത്സയുണ്ടെന്ന് പറയുമ്പോൾ ഇപ്പോൾ രോഗിയോ അല്ലെങ്കിൽ കുടുംബക്കാരോ ആഗ്രഹിക്കുന്നതിനപ്പുറം ആശുപത്രികളുടെ ഒരു സാമ്പത്തിക താല്പര്യം കൂടി ഇതിൽ ഘടകമാവില്ലേ? ഉണ്ടാവും, സ്വാഭാവികമായിട്ടും ഉണ്ടാവും. കാരണം എല്ലാം ഒരു ബിസിനസ്സാണല്ലോ. ഹെൽത്തും ഒരു ഇൻഡസ്ട്രി തന്നെയാണ്. സ്വാഭാവികമായിട്ട് അതിൽ കച്ചവട താല്പര്യങ്ങളുണ്ടാവും, അതും ഉണ്ടാവും. അതിനേക്കാൾ കൂടുതൽ ഈ ഒരു പൊതുബോധമാണ്. മരണം ഏത് വിധേന ഒഴിവാക്കപ്പെടേണ്ട ഒരു വസ്തുവാണ്. ഇന്നത്തെ കാലത്ത് അങ്ങനെ മരിക്കേണ്ട ആവശ്യമില്ല. മരണം എന്ന് പറഞ്ഞാൽ ചികിത്സയുടെ ഒരു അപര്യാപ്തത എന്നുള്ളതാണ്, അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ട് മരിക്കുക എന്നുള്ളതൊന്നുമില്ല എന്നുള്ളതാണ് ജനങ്ങളുടെ ധാരണ. അപ്പോൾ ഒരാൾ മരിക്കുക എന്ന് പറഞ്ഞാൽ വേണ്ടമാതിരി ചികിത്സ കിട്ടിയില്ല എന്നുള്ളതാണ്. ചികിത്സ കിട്ടാണ്ട് മരിക്കാം, പക്ഷേ എന്ത് തന്നെ ചികിത്സ ചെയ്താലും മരണം അനിവാര്യമായിട്ടുള്ള ഒന്നാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് വേണ്ടേ? അതില്ല എന്നുള്ളതാണ് പ്രശ്നം. അത് കുറേ ഈ ഹെൽത്ത് ഇൻഡസ്ട്രി തന്നെയാണ് പ്രശ്നം. നമ്മുടെ മരണം എന്നുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു അവസ്ഥ എന്നുള്ളത് മാറ്റി അതൊരു തെറാപ്യൂട്ടിക് ഫെയിലിയർ എന്നുള്ളതിലേക്ക് മാറ്റിയും അതുവഴി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ മരണത്തിൻ്റെ സ്വാഭാവികത ഇല്ലാതായി മാറി. അപ്പോൾ അത് ഒരു ക്ലിനിക്കൽ ഈവൻ്റായി മാറി. പണ്ട് മരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലത്തെ ഒരു സംഭവമാണ്, നമ്മുടെ നാട്ടിലത്തെ സംഭവമാണ്. നാട്ടുകാരെയും വീട്ടുകാരെയൊക്കെ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു മരണം എന്ന് പറയുന്നത്. അതിൽ നിന്ന് പിടിച്ചു വാങ്ങി ഹെൽത്ത് ഇൻഡസ്ട്രി ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് മരണത്തെ തിരിച്ച് പിടിക്കേണ്ട ഒരാവശ്യമായി വന്നിട്ടുണ്ട് ഇന്നിപ്പോൾ. മരണം എന്നുള്ളത് നമ്മുടെ മരണമാണിത്. നമുക്ക് എന്താ പറയേണ്ടത്, കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. മുൻകാലങ്ങളിലൊക്കെ ശാന്തമായ മരണം, നല്ല മരണം എന്നൊക്കെ പറഞ്ഞത് മരണത്തിൽ പോലും ഒരു നല്ല മരണവുമായി വേറെ കണ്ടിരുന്നു. ഇതിപ്പോൾ ആശുപത്രിയിലാണെങ്കിൽ ICUവിലാണെങ്കിൽ ചിലപ്പോൾ ആ രോഗി പ്രതികരിക്കുന്നത് പോലും സ്വാഭാവികമായിട്ടായിരിക്കില്ല. ആ രോഗിയാണ് കൈകാലുകൾ കെട്ടിയിട്ട് മരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വരെ എത്തിക്കുന്നത്. അത് ഒഴിവാക്കപ്പെടേണ്ടത്. നമ്മൾ ആ നിലയ്ക്ക് നേരത്തെ ഗോവിന്ദദാസ് സാറ് പറഞ്ഞ മാതിരി തന്നെ നമ്മൾ ഒരിക്കലും ICUവിനെതിരായിട്ടുള്ള ആൾക്കാരൊന്നുമല്ല. ICUവിന് അതിൻ്റേതായിട്ടുള്ള ധർമ്മം അനുഷ്ഠിക്കാനുണ്ട്. കാരണം രക്ഷപ്പെടാൻ സാധ്യതയുള്ള പല രോഗികളെയും നമുക്ക് ICUവിൽ കിടക്കുകയും വെന്റിലേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റാറുണ്ട്. നമുക്ക് അത്തരം സാധ്യതകളൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ പോലും അനാവശ്യമായിട്ട് വെന്റിലേറ്റ് ചെയ്യും ഒക്കെ ചെയ്യുന്നതിനെയാണ് നമ്മൾ ആ ചികിത്സിക്കുന്ന ഡോക്ടറുടെ തീരുമാനം വലിയ നിർണായകമായിരിക്കും. അവിടെ ഡോക്ടർ മാത്രമല്ല, ഡോക്ടർ ഓഫ് കോഴ്സ് ഉണ്ട്. ഡോക്ടർ അല്ലെങ്കിൽ ബന്ധുക്കളോട് ഞാൻ ഈ രോഗിയെ ഞാൻ ചികിത്സയ്ക്ക് നൽകാതെ മരണത്തിലേക്ക് സ്വന്തമായി കൊണ്ടുപോകുന്നതെന്ന് ഒപ്പിട്ട് മേടിക്കുന്ന ഒരു പ്രവണത കൂടി ആശുപത്രികൾ. അതാണ് ഇപ്പോൾ ഒക്കെ ഡിഫെൻസീവ് മെഡിസിൻ ആണല്ലോ. എന്താണ്, എങ്ങനെ തനിക്ക് പരിക്ക് പറ്റാതെ രക്ഷപ്പെടാമെന്നുള്ളതാണ് എല്ലാ ഡോക്ടർമാരും. ഒരു രോഗിയെ ഒരു ഡോക്ടർ കാണുന്നത് ഒരു പൊട്ടൻഷ്യൽ ലിറ്റിഗേഷനായിട്ടാണ്. അതിനുള്ളൊരു മുഖ സാധ്യത കണ്ടുകൊണ്ടാണ്. ആ ഒരു അവസ്ഥ മാറ്റണം. നമ്മുടെ ആ ട്രസ്റ്റ് എന്നുള്ളതുണ്ടല്ലോ, വിശ്വാസം എന്നുള്ളത് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കണം. അതൊക്കെ ഇതെല്ലാം വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. നമുക്കൊന്ന് ഒരാളായിട്ട് നമുക്ക് കുറ്റപ്പെടുത്താനൊന്നും പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ഇത്തരം മരണനിഷേധിയായിട്ടുള്ള സംസ്കാരം എങ്ങനെ നമുക്ക് മറികടക്കാൻ കഴിയും എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരുപാട് ചർച്ചകൾ ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെ നമുക്ക് മരണത്തെ നമ്മുടെ തന്നെ ഒരു സ്വാഭാവിക പ്രക്രിയയ്ക്ക് മാറ്റാം, എങ്ങനെ മരണത്തെക്കുറിച്ചുള്ള ഒരു ഭീതിതമായിട്ടുള്ള ഒന്ന് അല്ല മരണം എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള ഒന്നാണെന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് മറ്റേ യൂറോപ്പിൽ തുടങ്ങിയ ഒരു കാര്യമാണത്, ഡെത്ത് കഫേ എന്നുള്ള ഒന്ന്. നമുക്ക് അതിൻ്റെ തീം ഇത്രയേ ഉള്ളൂ, നമുക്ക് കാപ്പിയും കേക്കും കഴിച്ചുകൊണ്ട് മരണത്തെക്കുറിച്ച് സംസാരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമുള്ള ആൾക്കാരെ മുഴുവൻ വിളിച്ചു കൂട്ടി ഒരു ദിവസം ഇന്ന സ്ഥലത്ത് നമുക്ക് ഒന്നിച്ചു കൂടാമെന്ന് പറയുന്നു. അവിടെ ഒരു ചെറിയൊരു ചായയും ഒക്കെ കഴിക്കുന്നു. എല്ലാവരും മരണത്തെക്കുറിച്ച് അവരുടേതായിട്ടുള്ള ആശങ്കകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കണം. മരണത്തെക്കുറിച്ച് സംസാരിക്കുക, അത്ര തന്നെയുള്ളൂ. വലിയ താത്വികമായിട്ടുള്ള ചർച്ചകളോ ഫിലോസഫിയോ അങ്ങനെയൊന്നുമല്ല. മരണത്തെക്കുറിച്ച് എൻ്റെ സങ്കല്പം എന്താണ്, ഞാൻ മരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും എൻ്റെ മരണത്തെക്കുറിച്ച്. സാധാരണ മരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ആർക്കോ സംഭവിക്കുന്ന ഒന്നായിട്ടാണ് പറയുക, ആലോചിക്കുക.
അങ്ങനെയല്ല, നമ്മുടെ തന്നെ മരണം, എൻ്റെ തന്നെ സ്വന്തക്കാരുടെ മരണം, നമ്മൾ വിറ്റ്നസ് ചെയ്തിട്ടില്ല, കണ്ട ഒരു മരണം, അതിൻ്റെ അനുഭവം, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുക അത്ര തന്നെ. അങ്ങനെ മരണം എന്നുള്ളത് ഒരു സാധാരണമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് എന്നുള്ള ഒരു അവബോധം എല്ലാവരിലും സൃഷ്ടിക്കുക. ഇതാണ് ഡെത്ത് കഫേ എന്നുള്ള എൻ്റെ ഉദ്ദേശം. ശ്രീകൃഷ്ണമാലിക്ക് വരുമ്പോൾ ഇത് സർക്കാർ സംവിധാനത്തിൽ ഇതിനെക്കുറിച്ച് വലിയ അവബോധമോ അല്ലെങ്കിൽ പ്രചാരണമോ നടത്തുമെന്നൊന്നും വിശ്വസിക്കുന്നില്ല. പരസ്പരം ചർച്ച ചെയ്തും അറിഞ്ഞും തന്നെയായിരിക്കും ഇത്തരം ഒരു ലിവിംഗ് വില്ലൊക്കെ സാധാരണക്കാർക്കിടയിലേക്ക് എത്തുക എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അതിനാണ് ഇപ്പോൾ തൃശ്ശൂർ തന്നെ ഇപ്പോൾ നമ്മൾ ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ 2 ബാച്ചായിട്ട് ഏതാണ്ട് ഒരു 70-80 പേര് കൂട്ടമായിട്ട് ഈ ലിവിംഗ് വില്ല് ഒപ്പിടുന്ന ഒരു പരിപാടി നടത്തുകയുണ്ടായി. അപ്പോൾ അതൊക്കെ പൂർണ്ണമായിട്ടും കൂടുതലായിട്ട് അത് അന്നൊക്കെ ദിവാര സാറിൻ്റെ നേതൃത്വത്തിൽ നമ്മളെല്ലാവരും ഉദ്ദേശിച്ചത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ഇങ്ങനെയുള്ള ചില ഇവൻറ്റുകൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായും അപ്പോൾ ആ വാർത്തകൾ വന്നതിന് ശേഷം ഒരുപാട് പേര് അതിനെ സംബന്ധിച്ച് അന്വേഷിക്കുകയും നിരവധി പേർക്ക് ഇതിൻ്റെ എങ്ങനെയാണ് ഫോം അതിനുണ്ടോ എന്ന് ചോദിച്ചാൽ, അപ്പോൾ ഇതിനൊരു സ്റ്റാൻഡേർഡ് ഫോം ഇല്ലെങ്കിലും ഇപ്പോൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് പാലിയം ഇന്ത്യ, പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ അല്ലെങ്കിൽ കോഴിക്കോടുള്ളവർ അവരൊക്കെ ചില ഫോറം മാതൃകകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പല മാതൃകകളും ഇതിൻ്റെ ഇന്ന് ഇൻ്റർനെറ്റിൽ ലഭ്യവുമാണ്. അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അതിൽ വേണ്ട മാറ്റങ്ങളോ ഒഴിവാക്കലുകളോ കൂട്ടിച്ചേർക്കലുകളോ ഒക്കെ നടത്തി വളരെ ലഘുവായിട്ട് വെറും വെള്ളക്കടലാസിൽ അത് പ്രിൻ്റ് എടുത്ത് അതിൽ 2 സാക്ഷികളെ വെച്ച് നമ്മളൊരാളെ ഇത് എക്സിക്യൂട്ടീവ് ആണ്, എന്താ വെച്ചാൽ ഈ ഒപ്പിടുന്ന നമ്മൾ ബോധരഹിതനായി നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ കിടക്കുന്ന ഒരു അവസ്ഥയാണല്ലോ. അപ്പോൾ ആ അവസ്ഥയിൽ നമ്മൾക്ക് വേണ്ടി ഇത് നടപ്പിലാക്കുവാൻ ഒരാളെ ചുമതലപ്പെടുത്തുകയും 2 സാക്ഷികൾ ഒപ്പിടുകയും ഒരു നോട്ടറിയുടെയോ ഗസ്റ്റഡ് ഓഫീസറുടെ അറ്റസ്റ്റ് ചെയ്യുകയും ചെയ്താൽ ഈ പ്രമാണം സാധുവായി. നമ്മുടെ സുപ്രീം കോടതിയിൽ 2018 2023 അത് തിരുത്തുകയും അതിനെ മോഡിഫൈ ചെയ്യുകയും ചെയ്തിട്ടുള്ള വിധികളുടെ അടിസ്ഥാനത്തിൽ ഇത് സാധുവായി കഴിഞ്ഞു, നിയമപ്രകാരമായിട്ട് സാധുവായി കഴിഞ്ഞു. അത് പക്ഷേ ഗവൺമെൻറ്റുകൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ അതിന് ഉത്തരവാദപ്പെട്ട ആളുകളെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അത് സമീപ ഭാവിയിൽ ഉണ്ടാകുമെന്ന് തോന്നുന്നു. ഒരു ലോകാരോഗ്യ സംഘടനയിൽ പ്രവർത്തിച്ച് വിരമിച്ച മലയാളിയായിട്ടുള്ള ഒരു വനിതാ ഡോക്ടർ എറണാകുളത്ത് ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുകയും ആ കേസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് ബന്ധപ്പെട്ട ഒരാളെ എത്രയും വേഗം കേരള സർക്കാർ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നിയമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത് ആ രീതിയിൽ നമുക്കത് ചെയ്യാൻ കഴിയും. പക്ഷേ എനിക്ക് തോന്നുന്നു അതിൽ കൂടുതൽ നമ്മളിപ്പോൾ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൽ കൂടുതലായിട്ട് ഇതിലൊരു അവബോധം ജനങ്ങളുടെ ഇടയിൽ വരേണ്ടതുണ്ട്. ഒന്ന്, മരണം എന്നുള്ള ഒരിക്കലും ആരോഗ്യ മേഖലയുടെ ഒരു തെറ്റല്ല, അവരുടെ കഴിവുകേടോ തെറ്റോ അവർക്ക് പറ്റുന്ന പിഴവോ ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ ഡോക്ടർക്കെതിരെ അല്ല ആസ്പത്രിക്കെതിരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ നേരത്തെ പറഞ്ഞ പോലെ എഴുതി വാങ്ങാനും അങ്ങനെയുള്ള ആ ഒരു വിശ്വാസം നഷ്ടപ്പെട്ട കാര്യം ദിവാരൻ സാറ് സൂചിപ്പിച്ചത്. അപ്പോൾ അത് മാറണം ആദ്യം. ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും തീരുമാനമായിട്ടുള്ള ഒരേ ഒരു കാര്യം മരണം ഉണ്ടാവുന്നുള്ളത് മാത്രമാണെന്നും മരണം ഒരു അനിവാര്യതയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ജനങ്ങൾ മനസ്സിലാക്കണം. അതിൽ കൂടുതൽ ഈ ചികിത്സയുടെ പിഴവല്ല മരണം എന്ന് ഡോക്ടർമാർ മനസ്സിലാക്കണം, ആരോഗ്യ മേഖല മനസ്സിലാക്കണം. അപ്പോൾ ഈ ലിവിംഗ് ബില്ല് അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ നമുക്ക് അവയർനെസ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഈ മേഖലകളിലൊക്കെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും ആദ്യം അത് ആരോഗ്യ മേഖലയിൽ ഡോക്ടർമാരുടെ ഇടയിൽ അതിന് പ്രചാരം കിട്ടണം, അവരെ അതിനെക്കുറിച്ച് മനസ്സിലാക്കണം. സുപ്രീം കോടതി ഇങ്ങനെ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. പിന്നെ നിയമജ്ഞർ അതിനെക്കുറിച്ച്, നിയമജ്ഞരുടെ ഇടയിൽ പോലും ഇപ്പോൾ ഇന്ന് അതിനെക്കുറിച്ച് അവഗാഹം കുറവാണ്. അപ്പോൾ അവരതിനെക്കുറിച്ച് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ഇടയിലേക്കും അതിൻ്റെ അറിവുകൾ താഴോട്ട് വരികയും പിന്നെ കൂടുതലായിട്ട് ജനങ്ങൾക്കും ഇത് ക്യാമ്പയിനുകളായിട്ട് ഇപ്പോൾ കൊല്ലം ഭാഗത്തൊരു തറവാടിൻ്റെ അവരുടെ കുടുംബസംഗമം ഉണ്ടായപ്പോൾ അതിൽ 18 വയസ്സിൽ മുകളിലുള്ള എല്ലാ ആളുകളും ഈ ലിവിംഗ് ബില്ല് ഒപ്പിടുകയുണ്ടായി. അവരുടെ അന്നത്തെ ഒരു പ്രധാന ചടങ്ങ് അതായിരുന്നു. അപ്പോൾ ആ രീതിയിൽ ഇതിനെക്കുറിച്ചൊരു അവയർനെസ് പൊതുസമൂഹത്തിൽ ഉണ്ടാവുകയും എങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ സൂചിപ്പിച്ച പോലെ അന്തസ്സാർന്ന ജീവിതത്തോടൊപ്പം അന്തസ്സാർന്ന മരണവും ഒരു പൗരൻ്റെ അവകാശമാണ്. അത് നമ്മൾ നേരത്തെ ആസ്പത്രിയുടെ കാര്യം പറഞ്ഞ പോലെ നമ്മുടെ എല്ലാവരെയും ആഗ്രഹം നമ്മുടെ വീട്ടിൽ കിടന്ന് നമ്മുടെ പ്രിയപ്പെട്ടവർ ചുറ്റും നിന്നുകൊണ്ട് അവരുടെ സാന്നിധ്യത്തിൽ അവരുടെയൊക്കെ വാക്കുകൾ കേട്ടുകൊണ്ടൊക്കെ മരണമടയണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനുള്ള പരമാവധി സാധിക്കുന്ന ആളുകൾക്കൊക്കെ അത് സാധ്യമാവുന്ന വിധത്തിൽ ഇതൊരു നിയമം, ഇതിനൊരു തർക്കം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പം നമ്മുടെ രാജ്യത്തുള്ളൊരു പ്രത്യേകത, ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ വാക്കിന് വിലയുണ്ടെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ മരണപ്പെട്ട ആളുടെ താല്പര്യങ്ങൾ ആരും സംരക്ഷിക്കാറില്ല. അയാൾക്കൊരു ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശരീരം എങ്ങനെ സംസ്കരിക്കണം, അത് മെഡിക്കൽ കോളേജിന് ദാനം ചെയ്യണോ അതല്ലെങ്കിൽ ഇത് എൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യണോ, ഏത് രീതിയിലാണ് സംസ്കാരം വേണ്ടത്, തുടർ നടപടികൾ എങ്ങനെയാണ്, എനിക്ക് ചിലവർ പറയും എനിക്ക് ഒരു കർമ്മം ക്രിയൊന്നും വേണ്ട വേഗം ദയിപ്പിച്ച് കളഞ്ഞാൽ മതി. അപ്പോൾ അത്തരം കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ പോലും പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിലൊക്കെ സമൂഹത്തിൽ ഒരു താല്പര്യക്കുറവുണ്ട്. അല്ലെങ്കിൽ സമൂഹമൊക്കെ അവിടെ അവരുടെ അടുത്ത ബന്ധുക്കളുടെയോ മക്കളുടെയൊക്കെ അഭിപ്രായങ്ങളാണ് കൂടുതലായിട്ട് വിലമതിക്കുന്നത്. അപ്പോൾ മക്കൾക്കും ചിലപ്പോൾ സമൂഹത്തിൻ്റെ പ്രഷർ
തുടർന്ന് സമ്മർദ്ദത്തിന് അടിപ്പെട്ട് ഇതിൽ വേണ്ട കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് നിറവേറ്റാൻ സാധിക്കാത്തൊരു സന്ദർഭം വരും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള ഒരു ലിവിങ് വില്ല് ഇയാൾ ഒപ്പിട്ട് വെച്ചത് ഒരു സാക്ഷിയുടെയും 2 നോട്ടറിയൊക്കെ ഒപ്പിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അത്തരം കാര്യങ്ങളിൽ പിന്നീടുള്ള നിയമതർക്കങ്ങളും മറ്റുള്ളതൊക്കെ ഒഴിവാകുകയും നമ്മുടെ ഒരു ആൾക്ക് അദ്ദേഹം തൻ്റെ ചില ജീവിത മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടായിരിക്കും അയാൾ ജീവിച്ചത്. പക്ഷേ മരിച്ചു കഴിയുമ്പോൾ അതിനെല്ലാം ഘടകവിരുദ്ധമായ ചില കാര്യങ്ങൾ ചിലപ്പോൾ കുടുംബക്കാർ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം പൊതുസമൂഹത്തിന് ഒരു വളരെ ഒരു വേദനാജനകമായ ഒരു കാര്യമായിട്ട് തോന്നുന്നൊരവസ്ഥ ഉണ്ടാവാം. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിനും നമ്മുടെ മക്കൾക്കോ അല്ലെങ്കിൽ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ മറ്റു കുടുംബാംഗങ്ങൾക്കോ ഒക്കെ തന്നെ തുടർന്നുള്ള കാര്യങ്ങൾ ഇയാളുടെ ഇദ്ദേഹത്തിന് ഓർമ്മ നഷ്ടപ്പെട്ടു, സ്വന്തം തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ തുടർ ചികിത്സ, തൻ്റെ അന്ത്യകാല പരിചരണത്തെക്കുറിച്ച് ഈ വ്യക്തി എന്താണ് ആഗ്രഹിച്ചത് ആ കാര്യങ്ങൾ അതിൽ വ്യക്തമാണ്. അപ്പോൾ അത് ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമുള്ള കാര്യങ്ങളും അന്ത്യകർമ്മങ്ങളൊക്കെ ഏത് രീതിയിൽ വേണമെന്നുള്ളതൊക്കെ കൂടി തന്നെ അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തി അത്തരം കാര്യങ്ങളൂടി ഇതിൽ വ്യക്തമാക്കി കഴിഞ്ഞാൽ അത് ആ രീതിയിൽ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ആ വ്യക്തി ജീവിച്ചു വന്ന മൂല്യങ്ങളോട് യോജിക്കുന്ന വിധത്തിലുള്ള ഒരു അന്ത്യകാല പരിചരണവും തുടർ കാര്യങ്ങൾ അദ്ദേഹത്തിന് ലഭ്യമാകും. അത് ഒരു മനുഷ്യൻ തീർച്ചയായിട്ടും അദ്ദേഹം അർഹനാണ്, അദ്ദേഹത്തിന് അതിന് ആഗ്രഹമുണ്ട്, അത് ചെയ്യണം. അപ്പോൾ അതിന് ഉള്ള ഒരു വളരെ നല്ലൊരു മാർഗ്ഗമാണ് നമ്മുടെ സുപ്രീം കോടതി ഇപ്പോൾ അനുവദിച്ചിട്ടുള്ള ഈ ലിവിങ് വിൽ എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അത് കൂടുതൽ ആളുകൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും അത് ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ വീട്ടുകാരൊക്കെ ആയിട്ട് നമ്മൾ ചർച്ച ചെയ്ത് അതിനെ ഒരു വ്യക്തത വരുത്തി വേണ്ട കാര്യങ്ങൾ എഴുതി വെച്ച് അത് രേഖയാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ ഒരു സൗകര്യപ്രദമായിരിക്കും എന്ന് തോന്നുന്നു. തീർച്ചയായും അതീവ ഗൗരവമുള്ളൊരു വിഷയമാണ് നമ്മൾ ഇത്തവണ ചതുരംഗത്തിൽ ചർച്ച ചെയ്തത്. പെയിൻ ആൻഡ് പാലിയേറ്റീവും അതുപോലെ തന്നെ ലിവിങ് വിൽ, മരിക്കാനുള്ള അവകാശവും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ മേഖലയിൽ തുടർച്ചയായി പ്രവർത്തിക്കുന്ന അതീവ പ്രഗത്ഭരായ 3 പേരെയാണ് നമുക്ക് ലഭിച്ചത്. പ്രൊഫസർ ഗോകുൽദാസ്, ഡോക്ടർ ഇ ദിവാകരൻ, ശ്രീ കൃഷ്ണകുമാർ, 3 പേർക്കും ഹൃദയം നിറഞ്ഞ നന്ദി പ്രേക്ഷകരുടെ പേരിൽ അറിയിക്കുന്നു.